ഹായ് ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വാഗതം നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ഗതാഗത മാർഗത്തിലേക്കാണ്, അല്ലെങ്കിൽ ഗതാഗത വകുപ്പിലേക്കാണെന്ന് പറയേണ്ടി വരും. ഇന്ത്യൻ ജിയോഗ്രഫി നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കി പോയിട്ടുണ്ടെങ്കിലും അതിനകത്ത് നിലവിൽ ഇന്ത്യ കാണുന്ന വളരെയധികം ഒരു ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളുണ്ടല്ലോ. ഇന്ത്യ വിറ്റ്നസ് ചെയ്യുന്ന കുറേ ആസ്പിറേഷൻസിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സ് പർട്ടിക്കുലർലി നമ്മൾ ഈ രാജ്യത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ പറയാൻ പറ്റുന്നത് അടിസ്ഥാന സൗകര്യ വികസനം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് വളരെയധികം പോയിന്റുകൾ സൂചിപ്പിക്കാൻ സാധിക്കുന്ന, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലെ ഗതാഗത മേഖല എന്ന് പറയുന്നത്. ഇന്ത്യ പോലെ ഏറ്റവും കൂടുതൽ പോപ്പുലേറ്റഡ് ആയിരിക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ പോലെ ഏറ്റവും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള രീതിയിലും കൾച്ചറലും ലാംഗ്വേജും സസ്യവൈവിധ്യങ്ങളും ഈ ലിവിങ് കണ്ടീഷൻസിനും ഒക്കെ വ്യത്യാസമുള്ള ഇന്ത്യ പോലുള്ള രാജ്യത്ത് വിവിധ തരത്തിലുള്ള ഗതാഗത മാർഗങ്ങൾക്ക് തന്നെ വളരെ വലിയ സ്വാധീനവും പ്രാധാന്യവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് ഈ ഒരു ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തുടക്കത്തിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട്, നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും പോപ്പുലറായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഗതാഗത മാധ്യമത്തിൽ നിന്നായിരിക്കും നമ്മൾ തുടങ്ങുക. പിന്നീട് പതുക്കെ മറ്റ് പല ഗതാഗത മേഖലകളെയും കണ്ട് ഈ ഒരു സെക്ടർ ഒന്ന് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി പോകാമെന്നൊക്കെയുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ വളരെ ആഴത്തിൽ പോയാൽ നമുക്ക് പഠിക്കാനുണ്ടാവും ഇതിനകത്ത്. പക്ഷേ നമ്മൾ ഒരുപാട് ആഴത്തിലേക്ക് പോകണമെന്നില്ല. പ്രധാന പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയാണ് നമ്മൾ. ശരിക്കും ഈ ഒരു പാർട്ട് 1 റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഗതാഗത മാധ്യമം അല്ലെങ്കിൽ ഗതാഗത മാർഗം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അത് റോഡ് ഗതാഗതമായിരിക്കും. അപ്പോൾ ആ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നാഷണൽ ഹൈവേ അതോറിറ്റി, അതുപോലെ ബ്രോ എന്ന് അറിയപ്പെടുന്ന ഒരു ഓർഗനൈസേഷൻ നമുക്കുണ്ട്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. പിന്നെ വിവിധ പദ്ധതികൾ ഈ റോഡ് വൽക്കരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റോഡിൻ്റെയൊക്കെ വികസനവും ഇൻഫ്രാ ഡെവലപ്മെൻറ്റും മോഡേണൈസേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പല പദ്ധതികളുണ്ട്. ഭാരത്മാല പരിയോജന, ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ, സുവർണ ചതുഷ്കോണം, PM ഗതിശക്തി പദ്ധതി, അതുപോലെ പർവ്വതമാല പദ്ധതി എന്നൊക്കെ പറയുന്ന ഒട്ടനവധി സ്കീമുകളും ഒക്കെ ഈ ഒരു ആക്സസിബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് റോഡുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അവയെപ്പറ്റി കൂടിയൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരിക്കൽ കൂടി സഹകാരി PSCയുടെ ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗതാഗതം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ നമ്മൾ ആൾക്കാരുൾപ്പെടെയുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിന് മാത്രമല്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ ഒരു സ്ഥലത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു കർത്തവ്യം നിറവേറ്റുന്നതും ഗതാഗതം ഉണ്ടെങ്കിൽ മാത്രമാണ് സാധ്യമാവുക. ശരിയല്ലേ? ഉദാഹരണത്തിന് കേരളത്തിൻ്റെ തന്നെ സാഹചര്യം ആലോചിച്ചാൽ മതി. കേരളത്തിൽ അരി ഉൽപ്പാദിപ്പിക്കുന്നത് എത്രത്തോളമാണ് നമ്മുടെ ആവശ്യത്തിൻ്റേത് എന്ന് ചോദിച്ചാൽ 15% താഴെ മാത്രമാണ്. അതായത് കേരളത്തിൽ 100 കിലോഗ്രാം അരിയുടെ ആവശ്യകതയുണ്ടെന്നുണ്ടെങ്കിൽ കേരളം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേവലം 15 കിലോഗ്രാമിൽ താഴെ മാത്രം അരിയാണ്. അപ്പോൾ ബാക്കി 85 കിലോഗ്രാമിന് മുകളിൽ അരി എവിടെ നിന്നാണ് കിട്ടുന്നത്? ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു കൃഷിസ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഈ നെൽവിളകൾ, അരി, അത് കേരളത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തികച്ചും അഫോർഡബിൾ ആയിട്ടുള്ളൊരു നിരക്കിൽ കേരളത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഇവിടെ നിലവിലുണ്ടാവണം, അല്ലേ? അതിപ്പോൾ റെയിൽവേ ആയിട്ടോ, റോഡായിട്ടോ, വാട്ടർവേ ആയിട്ടോ, എയർവേ ആയിട്ടോ, വാട്ടെവർ ഇറ്റ് ഈസ്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എനിക്ക് അവിടെ നിന്ന് ഇവിടേക്ക്, അതിനെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടാകുന്ന സാഹചര്യത്തെയാണ് ഒരു മികച്ച ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക് സംവിധാനം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇത് ഞാൻ ഉദാഹരണമായിട്ട് കേരളത്തിലേക്ക് അരി എത്തുന്നത് പറയും. ഇതുപോലെയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇപ്പോൾ ചില റിസോഴ്സസ്, ഇപ്പോൾ അരി നമുക്ക് കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആന്ധ്രയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ ചില ഇപ്പോൾ ജെർമേനിയം എന്ന് പറയുന്നൊരു മെറ്റീരിയൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ജെർമേനിയം എനിക്ക് കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ എടുക്കാൻ പറ്റുന്നൊരു സാധനമല്ല. അപ്പോൾ കേരളത്തിന് ജെർമേനിയം വേണമെങ്കിൽ പോലും ചിലപ്പോൾ മറ്റേതെങ്കിലും രാജ്യത്തെ ആശ്രയിച്ചിരിക്കും അത് കൊണ്ടുവരുന്നത്. അപ്പോൾ മറ്റൊരു രാജ്യത്തു നിന്ന് ഇതിനെ കൊണ്ടുവരുമ്പോൾ പാലിക്കപ്പെടേണ്ട നിയമങ്ങളുണ്ട്. ആ മറ്റൊരു രാജ്യത്തു നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാധ്യമം, ഇപ്പോൾ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് റോഡ് മുഖാന്തരം ലോറിയിൽ സാധനം കയറ്റി കൊണ്ടുവരുന്നത് പോലെയാണോ മറ്റൊരു രാജ്യത്തു നിന്ന് കേരളത്തിലേക്ക് ഒരു വസ്തുവിനെ കൊണ്ടുവരാൻ പറ്റുക? അല്ല, അവിടെ നമുക്ക് ആ യാത്രാ മാധ്യമത്തിൽ വ്യത്യാസം വരും, അല്ലേ? അതുപോലെ തന്നെ ജനങ്ങളുടെ സഞ്ചാര, ഇപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യർ സഞ്ചരിക്കും.
ഇപ്പോൾ ടൂറിസം, വിനോദയാത്രകളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും പർപ്പസ് മീറ്റ് ചെയ്യുന്നതിനായിക്കോട്ടെ, ബിസിനസ്സിനായിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിതോപാധി തേടി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഭയന്നിട്ടായിക്കോട്ടെ, ആൾക്കാർക്ക് യാത്രകളെന്ന് പറയുന്നത് എന്നും ജീവിതത്തോട് ചേർന്ന് നിന്നിരുന്നൊരു സാഹചര്യം തന്നെയാണ്. യാത്രകൾ വളരെയധികം എഫിഷ്യൻ്റായിട്ട് നടത്തേണ്ടതുണ്ടെങ്കിൽ കൂടി ഒരു പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ കൂടിയും നമുക്ക് ഈ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കൂടിയേ തീരും. പലരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. വികസനം എന്നത് ഇപ്പോൾ സർക്കാരുകൾ പോലും എപ്പോഴും വികസനത്തെ ചൂണ്ടിക്കാണിക്കുന്നത് എത്ര റോഡ് പണിതു എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പലപ്പോഴും പറയും അവിടെ റോഡ് വന്നു, ഇവിടെ റോഡില്ലാതിരുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ റോഡ് കൊണ്ടുവന്നു, ഞങ്ങളിവിടെ പാലം കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നതെല്ലാം വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്ന നല്ല കാര്യങ്ങളിൽ പെടുന്നവ തന്നെയാണ്. തീർച്ചയായിട്ടും അതെ, അങ്ങനെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നല്ലത് തന്നെയാണ് ആരായാലും. അപ്പോൾ ഇതിനെ വികസനം. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പണ്ട് റോഡില്ലാതിരുന്ന കാട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച് അല്ലെങ്കിൽ വയൽ വരമ്പുകളിലൂടെ സഞ്ചരിച്ച് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൻ്റെ ഒരു ആവശ്യകതയൊന്നും വരുന്നില്ല. ഇന്ന് സ്കൂളിൻ്റെ നടവരെയും വീട്ടിൻ്റെ നടവരെയും വാഹനങ്ങൾ എത്തുന്ന രീതിയിലുള്ള കേപ്പബിലിറ്റീസ് റോഡ് ഗതാഗതത്തിൻ്റെ വികസനം മുഖാന്തരം എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ സഞ്ചാരം, അതിപ്പോൾ ഡെയിലി ഉള്ള യൂട്ടിലിറ്റി മീറ്റ് ചെയ്യുന്നതിനായാലും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള യൂട്ടിലിറ്റി മീറ്റ് ചെയ്യുന്നതിനായാലും എന്തായിക്കോട്ടെ, മനുഷ്യരുടെയും ചരക്കിൻ്റെയും ഒക്കെ ഗതാഗതത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സെക്ടറാണ് നമ്മുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ അല്ലേ. അവരുടെ ഒരു എന്താ പറയുക, ട്രാൻസ്ഫറിന് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യുന്നൊരു മേഖലയാണ്. എഫിഷ്യൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇസ് എസെൻഷ്യൽ ഫോർ എൻഷുറിങ് ദ റിക്വയർഡ് റോ മെറ്റീരിയൽസ് ഇൻ ദ ഏരിയ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടു ബ്രിങ് ദ പ്രോഡക്ട്സ് ടു ദ കസ്റ്റമർ. അസംസ്കൃത വസ്തുക്കളെ ഈ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഫാക്ടറികളിലേക്ക് എത്തിക്കുന്നതിനും പൂർത്തിയായ പ്രോഡക്റ്റിനെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിനും അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നതിനും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ മോഡ് എസെൻഷ്യലാണെന്നാണ് പറയുന്നത്. ശരിയാണ്. മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ആർ സെലക്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഈച്ച് റീജിയൻ. തീർച്ചയായിട്ടും ശരിയാണ്. ഭൗതിക സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടാണ് ഏതൊരു മേഖലയിൽ ഏത് തരത്തിലുള്ള ഗതാഗത മാർഗത്തെ അല്ലെങ്കിൽ ഗതാഗത മാധ്യമത്തെ സ്വീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളം പോലുള്ളൊരു ഒരു ജില്ലയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എറണാകുളത്ത് പോയാലും ആലപ്പുഴ പോയാലും ഒരുപാട് ജലഗതാഗതം നമുക്ക് കാണാൻ പറ്റും. കാര്യമായ രീതിയിൽ ജലഗതാഗതം കാണാൻ പറ്റും. ആലപ്പുഴയിലും കാണാം, എറണാകുളത്ത് കാണാം, കൊല്ലത്ത് കാണാം, ചെറിയ തോതിൽ കൊല്ലത്തൊക്കെ കാണാം. പക്ഷേ ഇതൊരു കാരണവശാലും തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഇൻലാൻഡ് ജലഗതാഗതം കാണാൻ പറ്റില്ല. എന്താ കാര്യം? കാരണം അതിനുള്ള ഭൗതിക സാഹചര്യം ഇവിടെ ഇല്ല. വേണ്ടുവോളം ഇഷ്ടമാതിരി സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്നതക്കവണ്ണമുള്ള ഒരു വാട്ടർ ബോഡിയുടെ കണക്ഷൻ നമുക്ക് തിരുവനന്തപുരത്ത് പറയാൻ പറ്റില്ല. പക്ഷേ ആലപ്പുഴയിലോ എറണാകുളത്തോ പറയാൻ പറ്റും. പ്രധാനപ്പെട്ട സ്ഥലങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ജലസ്രോതസ്സിൻ്റെ കണക്ഷനുണ്ട്, വേമ്പനാട്ട് കായലിൻ്റെ. അതുവഴി ഗതാഗതം സാധ്യമാണ് എളുപ്പത്തിൽ. അപ്പോൾ അവിടെ എനിക്ക് ജലഗതാഗതം എന്നൊരു ഗതാഗത മാധ്യമത്തെ സ്വീകരിക്കാൻ പറ്റുന്നുണ്ട്. അത് ആ ഒരു ഫിസിക്കൽ ഫീച്ചറിൻ്റെ, ആ ഒരു പ്രദേശത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മൾ അവിടെ ജലഗതാഗതം സ്വീകരിച്ചത്. തിരുവനന്തപുരത്ത് സ്വീകരിക്കാത്തതും ഇവിടുത്തെ ഫിസിക്കൽ ഫീച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാൻ പറ്റും. ശരിയല്ലേ? അതെ. ദ പ്രസൻറ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓഫ് ദി കൺട്രി കംപ്രൈസസ് സെവറൽ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻക്ലൂഡിങ് റെയിൽ ഉണ്ട്, റോഡ് ഗതാഗതമുണ്ട്, കോസ്റ്റൽ ഷിപ്പിംഗ് ഉണ്ട്, ഇൻലാൻഡ് വാട്ടർ നാവിഗേഷൻ ഉണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, എക്സെട്ര. നോക്കാം നമുക്കതിൽ ആദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് റോഡ് ഗതാഗതം. റോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള റോഡുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് അല്ലേ. ഇത്രയും എഫിഷ്യൻ്റായിട്ട് ഇത്രയും ഭംഗിയുള്ള റോഡുകൾ നമ്മുടെ സ്വപ്നമാണ്. ഇത് നമ്മുടെ ഈ നാട്ടിലുള്ള റോഡല്ല, എന്നാലും റോഡ് ട്രാൻസ്പോർട്ട് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതാണ് എന്ന രീതിയിൽ ആ ഒരു ചിത്രം കൂടെ കിടന്നോട്ടെ. റോഡ് ട്രാൻസ്പോർട്ട് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മീൻസ് ടു ലിങ്ക് ദ റൂറൽ ആൻഡ് അർബൻ സെൻറ്റേഴ്സ് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദ കൺട്രി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ വില്ലേജിനെ കണക്ട് ചെയ്യാൻ പോലും സാധിക്കുന്ന ഗതാഗത മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ അത് നിഷ്പ്രയാസം നമുക്ക് പറയാൻ പറ്റും, അത് റോഡ് ഗതാഗതമാണ്. ഈ രാജ്യത്തെ ഏറ്റവും അവസാനത്തെ വീട്ടിലേക്കും എത്തിച്ചേരുന്ന ഗതാഗത മാധ്യമം ഏതെന്ന് ചോദിച്ചാൽ അത് റോഡായിരിക്കുള്ളൂ. ശരിയല്ലേ? ഏറ്റവും അവസാനത്തെ വീട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഒരു റൂറൽ, വളരെ വില്ലേജ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു നടവഴി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് റോഡായിട്ട് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു വരമ്പായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതാണ് ഏറ്റവും അവസാനത്തെ മേഖലയെയും കണക്ട് ചെയ്യാൻ സാധിക്കുന്നൊരു മാധ്യമം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോഡ് ഗതാഗതമാണ് നമ്മുടെ റൂറൽ മേഖലകളെയും അർബൻ മേഖലകളെയും ഒക്കെ കണക്ട് ചെയ്യപ്പെടുന്ന, വ്യത്യസ്തമായ രീതിയിൽ വിവിധ ഇടങ്ങളിലായിട്ടെന്ന രീതിയിൽ വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ റൂറൽ അർബൻ സെൻറ്ററുകളെ കണക്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് റോഡ് ഗതാഗതമാണ്. ഇന്ത്യ ബോസ്റ്റ്സ് ദ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്ക് കവറിംഗ് approximately 63.73 lakh kilometer consisting of various types of roads
ലൈക്ക് നാഷണൽ ഹൈവേസ്, സ്റ്റേറ്റ് ഹൈവേസ്, ഡിസ്ട്രിക്ട് റോഡ്, അതർ റോഡ്, റൂറൽ റോഡ്, അതർ റോഡ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. അത് ഇന്ത്യ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു റോഡ് നെറ്റ്വർക്ക് ശൃംഖലയുടെ ഭാഗമാണെന്ന് പറയാം. US ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. രണ്ടാമത് 63.73 ലക്ഷം കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഇന്ത്യ എന്ന രാജ്യം. ഇന്ത്യയിൽ ഇത്രയും അധികം റോഡ് ലെങ്ത് വരാൻ കാരണം കേവലം നാഷണൽ ഹൈവേകൾ മാത്രമായിട്ടൊന്നുമല്ല. ആ റോഡുകളിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് നാഷണൽ ഹൈവേകൾ പെടുന്നുണ്ട്, സംസ്ഥാന പാതകൾ, സ്റ്റേറ്റ് ഹൈവേസ് പെടുന്നുണ്ട്, ഡിസ്ട്രിക്ട് റോഡ്സ് പെടുന്നുണ്ട്, മേജർ MDR എന്ന് പറയും കേട്ടോ. ഡിസ്ട്രിക്ട് റോഡുകൾ എന്ന് പറയുന്നത് ചുരുക്കരൂപം ഇങ്ങനെയാണ്, MDR എന്നൊക്കെ പറയും, മേജർ ഡിസ്ട്രിക്ട് റോഡ്. MDR പെടുന്നുണ്ട്. റൂറൽ റോഡുകളുണ്ട്. റൂറൽ റോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വില്ലേജ് റോഡൊക്കെ ഇല്ലേ, വില്ലേജ് റോഡുകൾ, പഞ്ചായത്ത് റോഡ്, അതൊക്കെ ഇതിനകത്ത് വരും. ഒരു കാറ്റഗറി കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്, അതർ റോഡ്സ്. എന്താണ് ഈ അതർ റോഡ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഉദാഹരണത്തിന് നമ്മുടെ ഫോറസ്റ്റ് വകുപ്പ് റോഡ് നിർമ്മിക്കാറുണ്ട്, വനമേഖലകൾക്കുള്ളിലൂടെ, പ്രൊട്ടക്റ്റഡ് മേഖലകൾക്കുള്ളിലൂടെയൊക്കെ ഫോറസ്റ്റ് വകുപ്പ് റോഡ് നിർമ്മിക്കാറുണ്ട്. അതുപോലെ ഇപ്പോൾ KSEB, ഇറിഗേഷൻ, വാട്ടർ അതോറിറ്റി ഒക്കെ പോലുള്ള വകുപ്പുകൾ അവരുടെ അണക്കെട്ടുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് മെയിൻ റോഡുകളുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള അപ്രോച്ച് റോഡുകളും മറ്റുമൊക്കെ കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അണക്കെട്ടുകൾക്ക് മുകളിലൂടെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണം. പല അണക്കെട്ടിൻ്റെ മുകളിലൂടെ വാഹനം ഓടിച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ വലിപ്പമുള്ളവയാണ് അണക്കെട്ടുകൾ. അതിന് പുറത്തൊക്കെയുള്ള റോഡൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആ വകുപ്പാണ്. KSEB ആണെങ്കിൽ അങ്ങനെ, ഇറിഗേഷൻ ആണെങ്കിൽ അങ്ങനെ, വാട്ടർ അതോറിറ്റീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വകുപ്പ് തല പ്രൈവറ്റ് റോഡുകൾ, പ്രൈവറ്റ് എന്ന് പറയാൻ പറ്റില്ല, പബ്ലിക് ഗവൺമെൻറ് റോഡുകളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം അതർ റോഡ്സ് എന്ന കാറ്റഗറി പെടുത്താം. ഫോർ എക്സാമ്പിൾ സെക്രട്ടേറിയറ്റിനകത്ത് ഇരിക്കുന്ന റോഡ് പോലും നമുക്ക് വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്തുകൂടിയുള്ള അല്ലെങ്കിൽ വലിയൊരു നിയമസഭാ മന്ദിരത്തിനകത്ത് കൂടി പോകുന്ന റോഡുകളൊക്കെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്ന തരത്തിലുള്ള റോഡുകളാണ്. അപ്പോൾ അങ്ങനെ അതർ റോഡ്സും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും വ്യാപകമായിട്ട് കേട്ടുകേൾവിയുള്ളതും ഒരുപാട് ആക്ഷേപമുള്ളതും ഒക്കെ നാഷണൽ ഹൈവേസിനാണ്. ശരിയല്ലേ? ദേശീയ പാതകൾ വളരെയധികം ആക്ഷേപത്തിന് വിധേയമായി. അടുത്തിടെ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ ദേശീയപാതയുടെ പണി നടക്കുന്നുണ്ട്. കേരളത്തിലെ ഈ ദേശീയപാതയുടെ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും അപകട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ദേശീയപാത എന്നതൊരു അപകട മേഖലയായി പരിഗണിക്കുന്ന ഒരു സാഹചര്യം വരുത്തിയിട്ടുണ്ട്. പക്ഷെ നാഷണൽ ഹൈവേസ് എന്ന പേര് തന്നെ NH, നാഷണൽ ഹൈവേ ആണ്. ഉയർന്ന വേഗത്തിൽ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കുന്ന, താരതമ്യേന തിരക്ക് കുറഞ്ഞ, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളും തമ്മിലുള്ള, ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനങ്ങളിലൊക്കെ പോകാൻ പറ്റുന്ന തരത്തിൽ കണക്ടിവിറ്റി സാധ്യമാക്കുന്ന മികച്ച റോഡ് സംവിധാനങ്ങളെ, 2 വരിയിൽ കൂടുതൽ വീതിയുള്ള റോഡ് സംവിധാനങ്ങളാണ് ഈ നാഷണൽ ഹൈവേകൾ എന്ന രീതിയിൽ പറയാം. പിന്നെ ഒരിക്കലും നമുക്ക് ഈ നാഷണൽ ഹൈവേയുടെ മാനദണ്ഡമായിട്ട് 2 വരി പാത തന്നെ വേണം എന്നൊരു നിർബന്ധവുമില്ല കേട്ടോ. 2 വരി പാതയുള്ള സ്ഥലങ്ങളെ മാത്രമേ നാഷണൽ ഹൈവേ, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല, അങ്ങനത്തെ കണ്ടീഷൻസ് ഇല്ല. അതുപോലെ തന്നെ നീളം, നാഷണൽ ഹൈവേ ആവണമെങ്കിൽ മിനിമം ഇത്ര കിലോമീറ്റർ കൂടുതൽ നീളം ഉണ്ടാവണം, അങ്ങനത്തെ ക്രൈറ്റീരിയാസ് ഒന്നും തന്നെയും ഇല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു ഡെസിഗ്നേഷൻ കൊടുക്കുകയാണ്. നാഷണൽ ഹൈവേസിന് അങ്ങനെ ഒരു മാനദണ്ഡമൊന്നുമില്ല, ഇത്ര നീളം കൂടുതലുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ ആക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ഇല്ല. അത് ഒന്നറിഞ്ഞിരിക്കുക. 15 കിലോമീറ്റർ, 16 കിലോമീറ്റർ, 15 കിലോമീറ്റർ ഇന്ത്യയിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര എന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കേവലം 15 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ അതിൻ്റെ ലെങ്ത്ത്. അതിന് മുൻപ് നമ്മുടെ ഇവിടെയായിരുന്നു, കേരളത്തിലായിരുന്നു 966B എന്ന് പറയുന്ന നാഷണൽ ഹൈവേ, NH 966B ആയിരുന്നു മഹാരാഷ്ട്രയിൽ ഈ ഒരു ദേശീയപാത വരുന്നതിന് മുമ്പുള്ള ഏറ്റവും ചെറുത്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത. അത് 17-18 കിലോമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ 966B എന്ന് പറയുന്ന ദേശീയപാത. അപ്പോൾ ലെങ്ത്തോ അതിൻ്റെ വരിയുടെ കണക്കുകളൊന്നും അല്ല ദേശീയപാതയെ നിർണ്ണയിക്കുന്ന ഘടകം എന്നുകൂടി അറിഞ്ഞിരിക്കുക നിങ്ങൾ. അപ്പോൾ ഈ നാഷണൽ ഹൈവേകളും സംസ്ഥാന പാതകളും ഡിസ്ട്രിക്ട് റോഡുകളും റൂറൽ റോഡുകളും പിന്നെ ഈ പഞ്ചായത്ത് റോഡ്, അതർ റോഡുകളും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതിലേത് റോഡിനായിരിക്കും ഏറ്റവും കൂടുതൽ ലെങ്ത്തിൽ ഓടാൻ സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കുറവ് ലെങ്ത്തുള്ളത് ആരെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ നമുക്ക് എളുപ്പമാണ്. നിങ്ങൾ വിചാരിക്കും ഏറ്റവും കൂടുതലുള്ള നാഷണൽ ഹൈവേ ആണെന്ന്. ഏറ്റവും കുറവുള്ളത് നാഷണൽ ഹൈവേ ആണ്. 1,44,634 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ നാട്ടിൽ എന്തുള്ളത്, ദേശീയപാതകളുടെ ആകെ ദൈർഘ്യം. സംസ്ഥാന പാതകൾ അതിലും കൂടുതലുണ്ട്, 1,86,908. ഇതിലും കൂടുതൽ 59 ലക്ഷം, എത്രയാണ്, 59,02,539 കിലോമീറ്ററാണ് മറ്റ് റോഡുകളെല്ലാം കൂടി, ഈ പറയുന്ന അതർ റോഡ്സും റൂറൽ റോഡ്സും എല്ലാം കൂടിയൊക്കെ ചേർന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്ന റോഡ് ഗതാഗത ശൃംഖല ഏതെന്ന് ചോദിച്ചാൽ അത് റൂറൽ റോഡുകൾ തന്നെയാണ്. അതാണ് തലങ്ങും വിലങ്ങും കണക്ട് ചെയ്യപ്പെട്ട് പലയിടങ്ങളെയും എന്താ പറയുക കണക്ട് ചെയ്തുകൊണ്ട് പല റൂട്ടുകളായിട്ട് തലങ്ങും വിലങ്ങും ഓടുന്നത് ഈ അതർ റോഡുകളാണ്. അവയാണ് ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയ റോഡുകൾ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ
ഈ റോഡ് ഗതാഗതത്തിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ 3 പേരെയും പറഞ്ഞു, നാഷണൽ ഹൈവേ പറഞ്ഞു, സ്റ്റേറ്റ് ഹൈവേസ് പറഞ്ഞു, പിന്നെ മേജർ ഡിസ്ട്രിക്ട് റോഡ്, റൂറൽ റോഡ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ ഓരോ റോഡ് ഗതാഗത മാധ്യമത്തിനെയും നിർമ്മിക്കുന്നതിനും പരിപാലിക്കുന്നതിനും ഉള്ള ഉത്തരവാദിത്തങ്ങൾ ആർക്കാണെന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അതുപോലും അടുത്തിടെ തർക്ക വിഷയമായ പരിപാടിയാണ് അല്ലേ. അവൻ ചെയ്ത റോഡാണിത് എന്ന് പറഞ്ഞിട്ട് അവനെ ചൂണ്ടിക്കാണിക്കുന്നു, എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ. അല്ലെങ്കിൽ ഇവൻ ചെയ്ത റോഡാണെന്ന് ഇവനെയും ചൂണ്ടിക്കാണിക്കുന്നു. ആരും ഈ പഴി ഏറ്റെടുക്കാൻ തയ്യാറല്ല താനും. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകുമ്പോൾ, അപകടം ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ റോഡാണ് എന്നെല്ലാവരും പറയും, അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ റോഡല്ല, അവൻ്റെ റോഡാണ് എന്നെല്ലാവരും പറയുകയും ചെയ്യും. എന്ന് പറയുന്നത് പോലെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളുണ്ടാകുമ്പോൾ. അപ്പോൾ ഇതേ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു ആംബിഗ്വിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നാഷണൽ ഹൈവേസ്, NH, ഈ ദേശീയപാതകളെന്ന് പറയുന്ന സംവിധാനങ്ങളുടെ മെയിൻ്റനൻസ്, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുവെ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂചിപ്പിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാപനത്തെ പറ്റിയിട്ടായിരിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഹൈവേ നിർമ്മാണത്തിന്, നാഷണൽ ഹൈവേ നിർമ്മാണത്തിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്, അതോറിറ്റിയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI. അപ്പോൾ നമ്മൾ കരുതും, അപ്പോൾ ദേശീയപാതകൾ നിർമ്മിക്കുന്നതിനായി നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്ന അതോറിറ്റി എന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അപ്പോൾ പിന്നെ NHകളുടെ നിർമ്മാണം മുഴുവൻ നിർവഹിക്കുന്ന NHAI ആയിരിക്കും എന്നാണ്. ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുണ്ട്. NHAI ആണ് ദേശീയപാതകൾ നിർമ്മിക്കുന്ന അതോറിറ്റി ഇതെന്ന് ഒരൊറ്റ ചോദ്യം നിങ്ങൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുത്തരം നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ സംസ്ഥാനങ്ങളിൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സംസ്ഥാനങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങൾ വരുന്നുണ്ടാകും. ഉദാഹരണത്തിന് ലാൻഡ് അക്വിസിഷൻ. നിങ്ങളതേപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ, അതാണ് സംസ്ഥാനത്തിന് വരുന്ന പ്രധാനപ്പെട്ട ബാധ്യത. അതാണ് റോഡ് പണിക്ക് കേന്ദ്രം ഫണ്ട് അനുവദിക്കും, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് അലോക്കേറ്റ് ചെയ്യും. പക്ഷേ ലാൻഡ് അക്വിസിഷനുള്ള ഫണ്ട് സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കുന്നില്ല. അതാരാ ചെയ്യേണ്ടത്? സംസ്ഥാന സർക്കാർ ചെയ്യണം. കേരളം എന്ന നാടിൻ്റെ ഒരു പ്രത്യേകത ലാൻഡ് വാല്യൂ താരതമ്യേന കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നമുക്കറിയാമല്ലേ, നമ്മൾ പലരും പോയിട്ട് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ ഭൂമിയൊക്കെ വാങ്ങി, ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. കേരളത്തിൽ അത്രയും ഏക്കർ കണക്കിന് ഭൂമി വാങ്ങി കൃഷി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുക്കേണ്ടി വരും. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ആണെങ്കിൽ അത്രയും കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ലാൻഡ് വാല്യൂ ഇവിടെ കൂടുതലാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിൽ ഹൈവേ പണിയുന്നതിന് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് കൊടുക്കേണ്ടി വരുന്ന തുക ഇവിടെ വളരെ കൂടുതൽ. അപ്പോൾ സർക്കാരിന് ഈ ഹൈവേ പണി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു നെഞ്ചത്തടിയും കൂടി കാണും. കാരണം അതിന് വേണ്ടിയിട്ട് ലാൻഡ് അക്വയർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രതിഫലം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് വരും. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനായിട്ട് സംസ്ഥാന PWD ഉണ്ടല്ലോ, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ PWD കീഴിലൊരു NH വിങ് പ്രവർത്തിക്കുന്നുണ്ട്. PWDക്ക് കീഴിൽ എന്തുണ്ടൊരു ദേശീയപാത അതോറിറ്റി ദേശീയപാത വകുപ്പുണ്ട്, നാഷണൽ ഹൈവേ വിങ് ഉണ്ട്. അപ്പോൾ അവരും NHAയും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഈ പണിയെടുക്കുന്നത്. NHAയെ നേരിട്ടല്ല, അത് കോൺട്രാക്റ്റ് കൊടുത്തിട്ടൊരു കോൺട്രാക്ടർ തന്നെയാണ് ഇതിൻ്റെ മുഖാന്തരമായിട്ട് പണിയെടുക്കുക. കൺസൾട്ടൻസിനെയൊക്കെ നിയമിച്ചിട്ടുണ്ടാകും, NHA വന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, PWD ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓൾ ദോസ് തിങ്സ് വിൽ ഹാപ്പൻ. പക്ഷെ നിലവിൽ ഈ ദേശീയപാതയുടെ പുതിയ പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപകടങ്ങൾ മറ്റും ഉണ്ടായപ്പോൾ PWD ഇതിൽ നിന്ന് പിൻവലിഞ്ഞു കേട്ടോ. PWD ബാക്ക് ഓഫ് ചെയ്തു. ഇപ്പോൾ PWDയുടെ ആ ഒരു ദേശീയപാത വിങ് നാമമാത്രമായിട്ട് അവിടെ ഉണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് അത് പൂർണ്ണമായിട്ട് NHAയുടെ കൺട്രോളിലേക്ക് ഏൽപ്പിച്ചേക്കുവാണ്. ഇപ്പോൾ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്തിന് ശേഷമാണ് പതുക്കെ ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റാം. PWD NH വിങ്ങിനകത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ മാറ്റി വേറെ വകുപ്പുകളിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ടായി പലരെയും. അങ്ങനെയൊക്കെ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളോടൊരു ജനറൽ ചോദ്യം വരുന്ന സമയത്ത് ദേശീയപാത അതോറിറ്റിയാണോ ദേശീയപാത നിർമ്മിക്കുന്നതിന് അധികാരപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദേശീയപാത അതോറിറ്റിയാണ്. എന്നാൽ അത് സംസ്ഥാന PWDയുടെ ഒരു NH വിങ്ങും കൂടി അക്കൂട്ടത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. നിലവിൽ അത് പ്രവർത്തനക്ഷമമല്ല എന്നും മനസ്സിലാക്കിയിരിക്കാം. അതുപോലെ സംസ്ഥാന പാതകളുടെ നിർമ്മാണം വന്നാലോ, സ്റ്റേറ്റ് ഹൈവേസ്. ആരായി സ്റ്റേറ്റ് ഹൈവേ നിർമ്മിക്കുന്നത്? ഇപ്പോൾ നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, 2 സംസ്ഥാനങ്ങൾക്ക് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വലിപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും സംസ്ഥാനങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് പറയാമെങ്കിലും എപ്പോഴും സംസ്ഥാനങ്ങളെ കളക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുപോലെ ഈ മേജർ സ്റ്റേറ്റ് റോഡ്, നമ്മുടെ സ്റ്റേറ്റ് ഹൈവേസ് എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും വരുന്ന ജില്ലാ തലസ്ഥാനങ്ങളെയും മറ്റുമൊക്കെ കണക്ട് ചെയ്യാൻ തക്കവണ്ണം കേപ്പബിൾ ആയിരിക്കുന്ന, നാഷണൽ ഹൈവേ കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പവും വീതിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള റോഡുകൾ തന്നെയായിരിക്കും ഈ ഏതിൽ പെടുത്താൻ പറ്റുക. നമുക്ക്
സംസ്ഥാന പാതകൾ എന്ന രീതിയിൽ പെടുത്താൻ പറ്റുക. അത് നിർമ്മിക്കുന്നത് ആരാണ്? സംസ്ഥാന പാതകളുടെ നിർമ്മാണ ചുമതല ആർക്കാണെന്ന് ചോദിച്ചാൽ സംസ്ഥാന പാതകളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്നത് സംസ്ഥാന PWD ആണ്. സ്റ്റേറ്റ് PWD, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സംസ്ഥാന പാതകൾ നിർമ്മിക്കുന്ന അധികാരം ഉള്ളത് PWDക്കാണ്. ശേഷം വരുന്നത് മേജർ ഡിസ്ട്രിക്ട് റോഡ് എന്ന് പറയുന്ന ജില്ലാ റോഡുകളാണ്. ജില്ലയ്ക്കുള്ളിൽ വരുന്ന പ്രദേശങ്ങളിലെ മേജർ ഏരിയാസിനെ കണക്ട് ചെയ്യുന്നത്, അതും PWD ആണ്. അതിൻ്റെയും ഉത്തരവാദിത്വം. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേകളും ഡിസ്ട്രിക്റ്റ് റോഡുകളുടെയും ഉത്തരവാദിത്വം PWDക്കാണ്. പഠിച്ചു നോക്കണം. ഇനി അതർ റോഡ് എന്ന് പറയുന്നത് നമ്മൾ വില്ലേജ് റോഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച സാധനങ്ങളുണ്ടല്ലോ, പഞ്ചായത്ത് റോഡ്, അതൊക്കെ അതത് ലോക്കൽ ബോഡികളുടെ അതോറിറ്റിക്ക് കീഴിൽ വരും. അതൊക്കെ അതത് ലോക്കൽ ബോഡിയുടെ കൺട്രോളിന് കീഴിലായിരിക്കും വരിക. അപ്പോൾ പഞ്ചായത്താണെങ്കിൽ അങ്ങനെ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ, കോർപ്പറേഷൻ ആണെങ്കിൽ അങ്ങനെ. കോർപ്പറേഷൻ റോഡ്, പഞ്ചായത്ത് റോഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ പഞ്ചായത്തിന്മേൽ, ഇപ്പോൾ കാട്ടാക്കട പഞ്ചായത്ത്, കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ളൊരു 10-30 വാർഡ്, അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ അത്രയും വാർഡ്, ആ വാർഡുകളിലേക്കൊക്കെ പോകുന്ന റോഡ് ശൃംഖല പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിൽ റോഡ് ആവശ്യകത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് റോഡ് പണിയാനായിട്ട് ചുമതലയുള്ളത് ആ പഞ്ചായത്തിന്, കാട്ടാക്കട പഞ്ചായത്തിന് റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ ക്ഷണിക്കാം. അത് കഴിഞ്ഞിട്ട് ഉള്ളതിൽ ഏറ്റവും ലോവസ്റ്റായിട്ട് കോട്ട് ചെയ്തിരിക്കുന്ന ആൾക്ക് ആ ടെൻഡർ അലോക്കേറ്റ് ചെയ്യാം. അദ്ദേഹത്തെ കൊണ്ട് ആ പണി ചെയ്യിപ്പിക്കാം. പഞ്ചായത്ത് ആ പണി വെരിഫൈ ചെയ്യും, പരിശോധിച്ച് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് പണി പൂർത്തിയാക്കാം. അപ്പോൾ ഇത്തരം റോഡുകൾക്ക് പഞ്ചായത്തിന് അനുമതി ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലോക്കൽ ബോഡികൾ. അപ്പോൾ ലോക്കൽ ബോഡികൾക്ക് റോഡ് നിർമ്മാണത്തിനുള്ള അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ നിർബന്ധമായിട്ടും ഉണ്ട്, ആരായാലും. ശരിയല്ലേ? റൈറ്റ്. ഇനി റോഡ് ട്രാൻസ്പോർട്ട് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ഇന്ത്യ, carrying around 87% of the passenger traffic and over 60% of the freight. അതായത് 87% വരുന്ന പാസഞ്ചർ ട്രാഫിക്കും റോഡ് ഗതാഗത മാധ്യമമാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ. അതുപോലെ തന്നെ 60% വരുന്ന ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ചരക്ക് ഗതാഗതം, അതും റോഡ് മുഖാന്തരമാണ് നടക്കുക ഇന്നും. ആലോചിച്ചോളൂ, 87% വരുന്ന പാസഞ്ചർ ട്രാൻസ്ഫറും അല്ലെങ്കിൽ പാസഞ്ചർ മൂവ്മെൻറ്റും 60% വരുന്ന ഫ്രൈറ്റ് മൂവ്മെൻറ്റും നടക്കുന്ന ഗതാഗത മാധ്യമമാണ് റോഡ് ഗതാഗതം. എത്ര ഇമ്പോർട്ടൻ്റ് ആ റോഡുകൾ എന്നുള്ളത് ആലോചിച്ചോക്കണം. വിത്ത് 100% FDI, foreign direct investment, allowed in roads and highways, the sector holds significant potential for growth and development. അത് നമുക്ക് കാണാനും പറ്റും. As of 2024, Maharashtra has the largest road network in India, spanning 247,652 kilometers. അപ്പോൾ ഈ നിലവിൽ 2024 വരെയുള്ള കണക്ക് പ്രകാരം, അതിനുശേഷം അത് തന്നെയാണ് 2025 കണക്കും അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ റോഡ് നെറ്റ്വർക്കുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഏതാ സംസ്ഥാനം? മഹാരാഷ്ട്ര. In India, Kerala boasts the highest road density with 5,268.69 km of road per 1,000 square kilometer. 1000 ചതുരശ്ര കിലോമീറ്റർ ഏരിയയിൽ 5268 കിലോമീറ്ററോളം റോഡ് കൊണ്ട് കേരളമാണ് റോഡ് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ഉയർന്നു നിൽക്കുന്നത്. ആലോചിച്ച് നോക്കി, റോഡിൻ്റെ സാന്ദ്രതയുടെ കാര്യത്തിൽ ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2ാം സ്ഥാനം ത്രിപുരയാണ്. 2ാം സ്ഥാനം റോഡ് ഡെൻസിറ്റിയുടെ കാര്യത്തിൽ ത്രിപുര. കാരണം വലിപ്പം കുറവല്ലേ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെയും, അതുപോലെ ത്രിപുര എന്ന സംസ്ഥാനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിപ്പം കുറഞ്ഞ സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി കൂടും. The union territory with the highest road density is Chandigarh. ചണ്ഡീഗഡിലാണ് യൂണിയൻ ടെറിട്ടറിയിൽ ഏറ്റവും കൂടുതൽ. അപ്പോൾ റോഡ് ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്ര, റോഡ് ഡെൻസിറ്റി ഏറ്റവും കൂടുതലുള്ളത് കേരളം, 2ാം സ്ഥാനത്ത് ത്രിപുര. റോഡ് ഡെൻസിറ്റിയിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി ഉള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡാണെന്ന് പഠിച്ചിരിക്കുക. നമുക്ക് ഇന്ത്യയിലെ റോഡുകളുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു പോയതാണ്. ഏതാ? ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡുകൾ, അല്ലേ? ഒന്ന് വായിച്ചു വിടാം. പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിമനോഹരമായൊരു റോഡ് നെറ്റ്വർക്ക് കണ്ടോ? ഇത് ഇന്ത്യയിലാണ് അതിമനോഹരമായിട്ട് പണികഴിപ്പിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്ലാൻഡ് റോഡ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള നിർമ്മാണം. ആ ചിത്രം കാണുന്നതിന് തന്നെ എന്താ ഭംഗി, എന്താ ഒരു സിമെട്രി എന്ന് ആലോചിച്ച് നോക്കിയേ. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്സ് നമ്മൾ
ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്ന തരത്തിൽ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ കൂടുതൽ ഡെവലപ്പ് ആയിക്കോട്ടെ. പക്ഷേ ഇത്രയും വിസ്തൃതിയുള്ള ഇത്രയും വികസിതമായിട്ടുള്ള റോഡുകൾ നമുക്ക് എല്ലായിടത്തും പണികഴിപ്പിക്കൽ സാധ്യവും പോസിബിളൊന്നുമല്ല. കാരണം ഇന്ത്യക്ക് കേരളത്തിൽ എന്തായാലും സാധ്യമല്ല. കാരണം സ്ഥലമില്ല. കേരളത്തിന് ഇതുപോലെ റോഡ് സംവിധാനങ്ങൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ സ്ഥലമില്ല എന്നടാ. നമുക്ക് മാക്സിമം 3 വരിയുള്ള 2 പാതകൾ, മൊത്തത്തിൽ 6 വരി പാതകളൊക്കെ നമുക്ക് പണികഴിപ്പിച്ച് വിടുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകളൊക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കേരളത്തിന് അത്ര കണ്ടൊരു ലക്ഷറി ഇല്ല, ഏരിയയുടെ കാര്യത്തിലില്ല. അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. നോക്കാം. നാഷണൽ ഹൈവേസ് ആർ ദ മേജർ റോഡ്സ് ഇൻ ദി കൺട്രി ലിങ്കിങ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽസ്, മേജർ സിറ്റീസ്, പോർട്സ് എക്സെട്ര. തുറമുഖങ്ങൾ, പ്രധാന സിറ്റികൾ, സംസ്ഥാന ക്യാപിറ്റലുകൾ എന്നിവയെല്ലാം കണക്ട് ചെയ്യുന്നത് ആരാണ്? നാഷണൽ ഹൈവേകളാണ്. 2 സ്റ്റേറ്റ് ഹൈവേസ്. സ്റ്റേറ്റ് ഹൈവേസ് ആർ ദി മേജർ റോഡ്സ് കണക്റ്റിംഗ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ വിത്ത് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. ജില്ലാ തലസ്ഥാനങ്ങളെയും സംസ്ഥാന തലസ്ഥാനത്തേക്ക് തമ്മിൽ കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് സ്റ്റേറ്റ് ഹൈവേകൾ. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദി കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അതിന് റെസ്പോൺസിബിലിറ്റി വരും. മറ്റേ നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ യൂണിയൻ മിനിസ്ട്രിയാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടതെന്നുള്ളതാണ്. ഡിസ്ട്രിക്ട് റോഡുകൾ ആർ ദോസ് ലിങ്കിങ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വിത്ത് ദി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് വിത്തിൻ ദി ഡിസ്ട്രിക്ട്. ജില്ലയ്ക്കകത്തുള്ള പ്രധാന സ്ഥലങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ് ജില്ലാ റോഡുകൾ. ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളും അല്ലെങ്കിൽ PWD ഒക്കെ തന്നെയാണ് ഡിസ്ട്രിക്ട് റോഡുകൾ നിർമ്മിക്കുന്നതിനും പണികഴിപ്പിക്കുക. വില്ലേജ് റോഡുകൾ വരുമ്പോൾ ലോക്കൽ ബോഡിയാണ്. മോർ ദൻ 80% ഓഫ് ദ റോഡ്സ് ഇൻ ഇന്ത്യ ആർ വില്ലേജ് റോഡ്സ്. കണ്ടോ, 80%. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് SCRT ആണ്. 80% കൂടുതൽ വരുന്ന ഇന്ത്യയിലെ റോഡുകളും എന്ത് തരത്തിലുള്ള റോഡാണ്? ഹൈവേ ആണോ, മീൻസ് NH ആണോ, SH ആണോ, MDR ആണോ, വില്ലേജ് റോഡാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് സംശയം പറഞ്ഞേക്കണം. വില്ലേജ് റോഡുകളാണ്. 80% കൂടുതലുള്ളത് വില്ലേജ് റോഡുകളാണ്. ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ സെൽഫ് ഗവൺമെൻറ്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്. കണ്ടോ, അതാണ് നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേസ് accounts for only 2% of the total road network and carry over 40% of the total traffic constructed and maintained by the central government, National Highway Authority of India. അല്ലേ, അതായത് നമ്മുടെ നാട്ടിലെ ടോട്ടൽ റോഡ് നെറ്റ്വർക്കിൻ്റെ ഏകദേശം 2% ദേശീയപാതകൾ ഉൾക്കൊള്ളുന്നതെങ്കിലും 40% ട്രാഫിക് ദേശീയപാതകളിലൂടെ കടന്നു പോകുന്നു. NH 44 is the longest national highway in India, stretching 4,112 kilometers from Srinagar to Kanyakumari. ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ആണ് ദേശീയപാത 44. അങ്ങ് 4112 കിലോമീറ്റർ നീളമുള്ള ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരൊറ്റ പാതയാണ് ഈ നാഷണൽ ഹൈവേ 44. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നാഷണൽ പാതയിൽ കയറി കഴിഞ്ഞാൽ, കേരളത്തിലല്ലേ, ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ വിട്ടുപിടിച്ച് അങ്ങോട്ട് പോവാം, കശ്മീർ വരെ പോവാം. അപ്പോൾ റോഡ് മുഖാന്തരം കശ്മീർ വരെ സുഖമായിട്ടങ്ങ് പോവാം. ഏതിലൂടെ? NH 44ലൂടെ. ഇറ്റ് ഈസ് എ മേജർ നോർത്ത് സൗത്ത് ഹൈവേ ദാറ്റ് കണക്ട്സ് 11 സ്റ്റേറ്റ്സ്. ജമ്മു കാശ്മീർ, പഞ്ചാബ്. ജമ്മു കാശ്മീർ ഇപ്പോൾ UT ആണ്. എന്നാലും പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് NH 44. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത കേട്ടോ, NH 44. The north-south corridor links Srinagar and Kanyakumari, and the east-west corridor connects Silchar of Assam to the Porbandar of Gujarat. ഇപ്പോൾ 2 ദേശീയ കോറിഡോറുകൾ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് നോർത്ത് സൗത്ത് കോറിഡോർ, നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ച NH 44 ബന്ധപ്പെട്ട് വരുന്ന നോർത്ത് സൗത്ത് കോറിഡോർ ജമ്മു കാശ്മീരിനെ ശ്രീനഗർ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഉണ്ട്, കിഴക്ക് പടിഞ്ഞാറ് കോറിഡോർ. അതങ്ങ് അസമിലെ സിൽച്ചർ മുതൽ ഗുജറാത്തിലെ പോർബന്ദർ വരെ കണക്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഗോൾഡൻ ക്വാഡ്രിലേറ്റർ എന്ന സൂപ്പർ ഹൈവേ പദ്ധതിയുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇത് 4 സൂപ്പർ നഗരങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നഗരങ്ങളായിട്ടുള്ള ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ. അപ്പോൾ അവിടെ സംശയം വരാൻ സാധ്യതയുള്ള ബാംഗ്ലൂരുമാണേ, അപ്പോൾ ശ്രദ്ധിച്ചോണം, അത് ബാംഗ്ലൂരു അല്ല, മുംബൈയാണ്. ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ എന്നീ 4 നഗരങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള 6 വരി സൂപ്പർ ഹൈവേകൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് ഗോൾഡൻ ക്വാഡ്രിലേറ്റർ, സുവർണ്ണ ചതുഷ്കോണം എന്ന രീതിയിൽ അറിയപ്പെടുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഇതിനെല്ലാം നിർമ്മാണ ചുമതല വഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ്. ഈ ദേശീയപാത അതോറിറ്റി 1988 നിലവിൽ വരുന്നത്. എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി NHAI Act of 1988, National Highway Authority manages the National Highway Development Project and other minor project covering 50,329 kilometers of national highways. വേണമെന്നില്ല, അവിടെ നിൽക്കട്ടെ. It is under the administrative control of the Ministry of Road Transport and Highways. അതൊന്നും അറിഞ്ഞിരിക്കാം. NHAI ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന് കീഴിലാണ് NHAI വരിക.
ഇറ്റ് എയിംസ് ടു എൻഷുർ ഇത് ഞാൻ പറയാൻ കാരണമുണ്ട്. ഞാനത് അടുത്ത ഒരു സെഷൻ എത്തുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ദേശീയപാത അതോറിറ്റി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കീഴിലാണേ. അപ്പോൾ വേറെ ഏതോ ബോഡി വേറെ എന്തിനോ കീഴിലൊക്കെ വരും. അതുകൊണ്ടാണ് അതങ്ങനെ പറയാൻ കാരണം. It aims to ensure transparency in contract awards and procurement, healthy competition and adherence to the quality standards for the user control. അതൊന്നും വേണ്ട നമുക്ക്. നമ്മൾ ദേശീയപാതകളുടെ ലെങ്ത് പറഞ്ഞു. ഈ ദേശീയപാത അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഡെവലപ്മെൻ്റ് ഉണ്ട്, വികസനമുണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഫ് നാഷണൽ ഹൈവേസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫീ കളക്ഷൻ, ഈ ടോൾ ബൂത്തുകൾ മറ്റുമൊക്കെ ഇല്ലേ, അതായത് പല തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ നമ്മൾ ഈ പിന്നെ റോഡ് നിർമ്മിക്കുന്ന പാർട്ടികൾക്ക് അവാർഡ് ചെയ്യാറുണ്ട്. ഒന്ന് ബിൽറ്റ് ഇൻ കോൺട്രാക്റ്റൊക്കെ, ബിൽറ്റ് ഇൻ എന്താ പറയുക, എന്തോ പറയുമല്ലോ, ബിൽറ്റ് ഇൻ ട്രാൻസ്ഫർ കോൺട്രാക്റ്റുകൾ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ കാശ് കൊടുക്കും, അത് അവർ പൂർണ്ണമായിട്ട് ബിൽഡ് ചെയ്ത് തിരിച്ചു തരുന്ന പരിപാടികളുണ്ട്. അതല്ലാണ്ട് നമ്മളൊരു ചെറിയ ഒരു നിശ്ചിത തുക മാത്രം കൊടുത്തിട്ട് ഇപ്പോൾ ഒരു 10%, 20% മാത്രമായിരിക്കും നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പ്രൊജക്റ്റ് കോസ്റ്റ് അവാർഡ് ചെയ്യുക. ബാക്കി കോൺട്രാക്ടർ തൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇതങ്ങ് നിർമ്മിച്ചോണം. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു 10-20 വർഷത്തേക്കോ 30 വർഷത്തേക്കോ ഈ ഒരു റോഡിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള അനുമതി കൊടുക്കും. അപ്പോൾ ഈ റോഡ് നിർമ്മിച്ചതിനുള്ള പ്രതിഫലം ഈ റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ അയാൾക്ക് നേരിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. റാദർ ദാൻ ടാക്സ്, നമ്മൾ ആ ടാക്സ് ആയിട്ട് കൊടുക്കുന്നതിന് വരെ നേരിട്ട് തന്നെ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാം, ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ടാക്സ് നേരിട്ട് മൊത്തത്തിൽ ഇവർക്ക് കൊടുക്കുന്നതിന് പകരം ആൾക്കാർ നേരിട്ട് ഇവർക്ക് എന്ന രീതിയിൽ കൊടുക്കുന്ന ടോളായിട്ട്. കാരണം ആ റോഡ് ഉപയോഗിക്കുന്നവർ മാത്രം അപ്പോൾ എന്ത് കൊടുത്താൽ മതി, അതിനുള്ള ടോൾ കൊടുത്താൽ മതി. മനസ്സിലാവുന്നില്ലേ? ആ റോഡ് ഉപയോഗിക്കാത്ത ആൾക്കാരുടെ ടാക്സ് പണം എന്ത് ചെയ്യേണ്ട, ആ റോഡിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് മറ്റു തരത്തിലുള്ള ഒരു രീതിയിലുള്ളൊരു പിന്നെ കോൺട്രാക്റ്റ് രീതിയാണ്. ഇങ്ങനെ ടോള് മുഖാന്തരം കളക്ട് ചെയ്ത് കോൺട്രാക്ടർക്ക് താൻ മുടക്കിയ പണം വസൂലാക്കാം. ഇത്ര ഒരു 20-30 വർഷം കൊണ്ടായിരിക്കും അത് എടുക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മളിപ്പോൾ 330 ഇപ്പോൾ എത്രയോ കോടി രൂപ, ഫോർ എക്സാമ്പിൾ ഒരു 100 കോടി രൂപ മുടക്കിയിട്ട് റോഡ് പണിതിട്ടുണ്ടാവും. പക്ഷേ 100 കോടി രൂപയിൽ ഒരു 10-20 കോടി രൂപയായിരിക്കും ഗവൺമെൻറ് തന്നിട്ടുണ്ടാവുക. ബാക്കി 80 കോടി രൂപ ഞാൻ ഓൾറെഡി മുടക്കി റോഡ് പണിതു, പക്ഷേ അതെനിക്ക് കിട്ടിയിട്ടില്ല. അതെങ്ങനെ കിട്ടും? അത് ഞാൻ ഇതിനകത്തുനിന്ന് ടോൾ പിരിച്ചെടുത്തോണം. അപ്പോൾ എത്ര വർഷം ടോൾ പിരിച്ചാലാണ് ഈ ഒരു കാശ് കിട്ടുന്നുണ്ടാവുക എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാലും ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ട്രാഫിക്ക് ഇത്ര കാലം കഴിയുന്നത് വരെ അതിനൊരു ടെന്യൂറൊക്കെ ഉണ്ട് കേട്ടോ. നിശ്ചിതമായിട്ടുള്ള ഇത്ര കാലാവധി വരെ മാത്രമാണ് നമുക്ക് അത് ഓരോ റോഡിൻ്റെയും സാഹചര്യത്തിൽ മീൻസ് ട്രാഫിക്കൊക്കെ നോക്കി അത് നിർണ്ണയിക്കുന്നുണ്ടാവും. ചിലതിൽ 5 വർഷമായിരിക്കും റോഡ് പണി കഴിപ്പിച്ച് 5 വർഷത്തേക്ക് ടോൾ പിരിക്കാം, ചിലത് 10 വർഷം ടോൾ പിരിക്കാം, ചിലത് 20 വർഷം ടോൾ പിരിക്കാം. പക്ഷേ ആ ഒരു ഇനിഷ്യലി ഡിമാർക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എത്ര വർഷത്തേക്ക് പിരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ ടോൾ പിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ടോൾ പിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക, രേഖാമൂലം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തുക, ഇതുവരെ ടോൾ പിരിച്ച് കിട്ടിയ തുക എന്ന് പറയുന്നത് നിങ്ങൾ മുടക്കിയ തുകയുടെ അടുത്തെത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ളത് ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നാഷണൽ ഹൈവേ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ സാധിച്ചാൽ വീണ്ടും ഒരു 5 വർഷത്തേക്ക് ഒരു ഷോർട്ട് ടൈം, എത്ര കൊല്ലം കൊണ്ട് ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ അത്രയും ഒരു ചെറിയൊരു ടേമിലേക്ക് കൂടി നിങ്ങൾക്ക് ഈ അനുമതി എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പല ടോൾ പ്ലാസകളുടെയും കാര്യത്തിലൊക്കെ നമ്മൾ ടോളുകളിലും ടോൾ പ്ലാസകളിലൊക്കെ എത്തുന്ന സമയത്തെ നമ്മൾ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരല്ല അതിനകത്തിരിക്കുന്ന ആരും. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെയോ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെയും ഡയറക്റ്റ് ആൾക്കാരല്ല അവിടെ ഇരിക്കുന്നത് ഈ റോഡ് നിർമ്മിച്ച കോൺട്രാക്ടേഴ്സൊക്കെ കോൺട്രാക്റ്റിൽ നിയമിച്ചിരിക്കുന്ന തേർഡ് പാർട്ടീസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ അവിടെ പോകുമ്പോൾ ടോൾ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കാണുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോടല്ല നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അത് മാത്രമല്ല ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഓഫീസേഴ്സും അല്ല ഇരിക്കുന്നതും ടോൾ പിരിക്കുന്നതും ഒന്നും. അതൊക്കെ ഈ തേർഡ് പാർട്ടി ആൾക്കാരാണെന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ നിങ്ങൾ തട്ടിക്കയറുമ്പോൾ ഞങ്ങൾ ടാക്സ് കൊടുത്തിട്ടാണ് പോകുന്നത്, റോഡ് നല്ലതല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവരോട് തട്ടിക്കയറിയിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കാരണം ഇവർക്കല്ല ടാക്സ് കിട്ടുന്നത്, അത് ഗവൺമെൻറ്റിന് കിട്ടുന്ന ടാക്സാണ്, ഇത് ഗവൺമെൻറ് അല്ല, അല്ലേ? പക്ഷേ നമുക്ക് തട്ടിക്കയറാനുള്ള അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യ പോലൊരു രാജ്യം, ഡെമോക്രാറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള, പൊളിറ്റിക്കലി വളരെയധികം അവെയർ ആയിട്ടുള്ളൊരു രാജ്യത്ത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള അധികാരമുണ്ട് താനും. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, അല്ലേ? സ്റ്റേറ്റ് ഹൈവേസ് ലിങ്ക് ദി സ്റ്റേറ്റ് ക്യാപിറ്റൽ വിത്ത് ഡിഫറെൻറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് ബ്ലാ നമ്മൾ ആ കാര്യങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ കിടന്ന് ഞാൻ കറങ്ങുന്നില്ല. ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ കാര്യം, റൂറൽ റോഡ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. യെസ്, ബ്രോ, ഹൂസ് ദിസ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ആരാണ്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ established in 1960 to strengthen the defense preparedness through the improvement of strategically important roads along the northern and the northeastern boundaries. വടക്ക് കിഴക്കൻ മേഖലകളിൽ 1960-കളിൽ നിലവിൽ വന്ന്
സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയകളിൽ റോഡ് ഗതാഗത സൗകര്യം ഉറപ്പാക്കണം. അപ്പോൾ നമ്മുടെ അതിർത്തി എന്ന് പറയുമ്പോൾ ഹിമാലയൻ മേഖലകളിലും മരുഭൂമി മേഖലയിലുമൊക്കെ നമ്മുടെ പിന്നെ ഇത് വരെ ഏതാ അതിർത്തികൾ വരുന്നത്. ദുർഘടമായിട്ടുള്ളൊരു ഒരു ടെറൈനാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾ പോവുക, ആൾക്കാരെത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അന്ത കാലഘട്ടങ്ങളിൽ. 1950s and 60s എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ് അവിടെ ആൾക്കാരെത്തുന്നതും. നടന്നു തന്നെ കാൽവരിയായി തന്നെ പോകേണ്ട സാഹചര്യമൊക്കെയാണ് മിക്കവാറും അതിർത്തികളിലേക്ക്. അതിനൊരു വിരാമം ഉണ്ടാകണം. ഈസി ആക്സസിബിലിറ്റി, ഇപ്പോൾ അമ്യൂണിഷൻസ് കൊണ്ടുവരാനായാലും ആൾക്കാരെ കൊണ്ടുവരാനായാലും ആൾക്കാരെ തിരിച്ച് പരിക്ക് പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആയാലുമുള്ള അതിവേഗത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ എന്താരംഭിക്കുന്നത്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആരംഭിക്കുന്നത് 1960. ഓർത്തോണം, നാഷണൽ ഹൈവേ അതോറിറ്റി മിനിസ്ട്രി ഓഫ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ കീഴിലായിരുന്നെങ്കിൽ, റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ കീഴിലായിരുന്നുവെങ്കിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇതിന് കീഴിലല്ല, മിനിസ്ട്രി ഓഫ് ഹൈവേസിൻ്റെ കീഴിലല്ല, പകരം മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലാണ്. കണ്ടോ, പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. രണ്ട് പ്രൊജക്റ്റുകളാലാണ് 1960 ബോർഡർ റോഡ് ഓർഗനൈസേഷൻ തുടക്കം വയ്ക്കുന്നത്. ഒന്ന് പ്രൊജക്ട് ടസ്കർ, ഒന്ന് വർത്തക് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രൊജക്ട് ടസ്കർ. രണ്ട് അത് കിഴക്കൻ പ്രദേശത്താണ്. രണ്ട് പ്രൊജക്ട് ബീക്കൺ വടക്കേ ഇന്ത്യയിലും. അപ്പോൾ കിഴക്ക് പ്രൊജക്ട് ടസ്കറും വടക്ക് പ്രൊജക്ട് ബീക്കണുമായിട്ടാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ തുടങ്ങിയത്. And has grown to become a vibrant organization with 18 projects operating in 11 states and 3 union territories. ഇന്ന് 18 പ്രൊജക്റ്റുകൾ 11 സംസ്ഥാനങ്ങളിലും യൂണിയൻ ടെറിട്ടറിയിലായിട്ട് നടത്തുന്നു. The border road organization will soon start construction in the 4.1 kilometer long Shinkanla tunnel. ഇതാണ് Shinkanla tunnel, which will become the world's highest tunnel at 15,800 feet once completed, bypassing China's Mila tunnel at 15,590 feet. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഒരു 4.1 കിലോമീറ്റർ നീളമുള്ള ഒരു ടണലിൻ്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുകയാണ്. ഇതാ അതിൻ്റെ പേര്, ഷിൻകുൻല ടണൽ. ഷിൻകുൻല ടണൽ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് പ്രവർത്തനം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് വിൽ ബിക്കം ദി വേൾഡ്സ് ഹയസ്റ്റ് ടണൽ. ലോകത്തിൽ ഓൾറെഡി വേൾഡ്സ് ഹയസ്റ്റ് എന്ന രീതിയിൽ പലതും ഇന്ത്യയിലാണ് ഉള്ളത്. വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ പാസ്, വേൾഡ്സ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡ്, വേൾഡ്സ് ഹയസ്റ്റ് പിന്നെ ബാറ്റിൽ ഫീൽഡ്, ഇതെല്ലാം ഇന്ത്യയിലാണ് ഉള്ളത്. ഓക്കെ, വേൾഡ്സ് ഹയസ്റ്റ് എയർപോർട്ട്, ഇതെല്ലാം ഇന്ത്യയിലാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ വേൾഡ്സ് ഹയസ്റ്റ് എന്ന ഒരുപാട് വിശേഷണങ്ങൾക്ക് ഉത്തരം ഇന്ത്യയാണ്, അല്ലെങ്കിൽ ആ ഒരു സംവിധാനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യ തന്നെ വേൾഡ്സ് ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ്, ഇതെല്ലാം പണി കഴിപ്പിച്ചിട്ട് ഇന്ത്യക്കകത്താണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, നിലവിൽ വേൾഡ്സ് ഹയസ്റ്റ് ടണൽ എന്ന് പറയുന്നത് ചൈനയിലുള്ള മിലാ ടണലാണ്. 15,590 ഫീറ്റ് ഉയരത്തിലുള്ള മിലാ ടണലാണ് നിലവിൽ വേൾഡ്സ് ഹയസ്റ്റ് ടണൽ. അപ്പോൾ നമ്മൾ ഈ ഷിൻകുൻല ടണൽ കൂടി നിർമ്മിക്കുന്നത് വഴി ആ ഒരു മിയാ ടണലിനെയും സർപ്പാസ് ചെയ്ത് 15,800 ഫീറ്റ് ഉയരമുള്ള ഒരു ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായിട്ട് മാറും. ആ ഷിൻകുൻല ടണൽ മാറും. അത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. In 2023-2024, the border road organization completed 125 infrastructure projects, including the construction of the Sela tunnel in Arunachal Pradesh and Balipara Chardwar Tawang road. വേണമെന്നില്ല, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. The BRO celebrated its 65th Rising Day on May 7th of 2024. 2024 മെയ് 7-ാം തീയതിയാണ് 65ാമത് റൈസിംഗ് ഡേ. സ്ഥാപന ദിനം ആചരിച്ചതെന്നുള്ളതാണ്. The motto of Border Road Organization is ശ്രമേണ സർവം സാധ്യം. ശ്രമിച്ചാൽ എന്തും സാധ്യമാകും. നമ്മൾ സാധാരണ പറയുന്ന പോലെയാണ്, നല്ലപോലെ ശ്രമിക്കണം. നിങ്ങൾ PSC പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്, അല്ലേ? നല്ലപോലെ ശ്രമിക്കുക. ശ്രമിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യുക. ആത്മാർത്ഥതയും ഭാഗ്യവും കൂടി ഒത്തുചേരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകും എന്ന് തന്നെയാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പറയുന്നത്. അത് തന്നെയാണ് ശ്രമേണ സർവം സാധ്യം. ശ്രമേണ സർവം സാധ്യം. വെരി വെരി ഗുഡ് പോയിന്റ്. എവറിത്തിങ് ഈസ് അച്ചീവബിൾ ത്രൂ ഹാർഡ് വർക്ക്. ശ്രമം, ട്രയൽ, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആ റോഡ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് ഭാരത്മാല പരിയോജന പദ്ധതി. കേട്ടിട്ടുണ്ടാകും നിങ്ങൾ, അല്ലേ? ദ ഭാരത്മാല പരിയോജന ഈസ് എൻ അംബ്രല്ല പ്രോഗ്രാം ലോഞ്ച്ഡ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ. ഭാരത്മാല പരിയോജന എന്നതൊരു മേജർ പ്രൊജക്റ്റാണ്, ഒരു വലിയ പ്രൊജക്റ്റ്. അതിന് കീഴിൽ ഒരുപാട് ഇൻഡിവിജ്വൽ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അതിനാണ് അംബ്രല്ല പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന് കീഴിൽ ഒരുപാട് സബ്സിഡിയറി പ്രൊജക്ട്സ് വരും. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ കീഴിലാണ് ഭാരത്മാല പരിയോജന ആരംഭിക്കുന്നത്. The first phase of the project was announced in 2017 and was to be completed in 2022, but it could not be completed due to slow implementation and financial constraints. നമുക്ക് 2017 തുടങ്ങിയ ആദ്യഘട്ടം ഭാരത്മാല പരിയോജനയുടെ ആദ്യഘട്ടം
2022 പൂർത്തിയാകണം എന്നായിരുന്നു ആഗ്രഹമെങ്കിലും അത് പല കൺസ്ട്രെയിൻസ് കാരണം നീണ്ടുപോയിട്ടുണ്ട്. ഭാരത്മാല, സാഗർമാല, ഡ്രൈ ലാൻഡ് പോർട്സ് ആൻഡ് അതർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഹാവ് ബീൻ ഇൻകോർപ്പറേറ്റഡ് ആൻഡ് ദി PM ഗതി ശക്തി പ്ലാൻ ടു എൻഹാൻസ് കണക്ടിവിറ്റി ആൻഡ് ലോജിസ്റ്റിക്സ്. പിൽക്കാലത്ത് ഭാരത്മാല പരിയോജന, അതുപോലെ സാഗർമാല പരിയോജന, അതുപോലെ ഡ്രൈ ലാൻഡ് പോർട്ടുകൾ എന്നിവയെല്ലാം പിന്നെ അതിനോടനുബന്ധമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകളെല്ലാം PM ഗതിശക്തി പ്രൊജക്റ്റിലേക്ക് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞ് ഇൻകോർപ്പറേറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഹാൻസ് കണക്ടിവിറ്റി ആൻഡ് ലോജിസ്റ്റിക്സ് എഫിഷ്യൻസി. പരസ്പരമുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ലോജിസ്റ്റിക്സ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയും, ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഈ ഇതാണ് കേട്ടോ, ട്രാൻസ്പോർട്ടേഷൻ മുഖാന്തരമുള്ള സാമഗ്രികളുടെയൊക്കെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുക. അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാരത്മാല, സാഗർമാല പോർട്ടുകൾ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിനെ എല്ലാം കൂടി ഒരു പ്രൊജക്റ്റിന് കീഴിൽ കൊണ്ടുവന്നു. അതാണ് ഈ PM ഗതിശക്തി പദ്ധതി. നിങ്ങൾ കേട്ടില്ല? പ്രധാനമന്ത്രി ഗതിശക്തി. നമ്മുടെ വിഴിഞ്ഞം പദ്ധതി പോലും ഉദ്ഘാടനം ചെയ്ത സമയത്തൊക്കെ ഈ PM ഗതിശക്തിയെ പറ്റിയിട്ടൊക്കെ പ്രധാനമന്ത്രി പോലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയുമായിട്ട് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ കണക്റ്റഡാണ് PM ഗതിശക്തിയിൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. While Bharatmala project aims to improve road connectivity, enhancing freight and passenger movement, Sagarmala project focuses on modernizing ports and promoting coastal shipping to boost trade and maritime activities. സ്വാഭാവികം പേര് തന്നെയുണ്ട്. ഭാരത്മാല കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായത് ഫ്രൈറ്റും പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷനും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ സാഗർമാല എന്ന പദ്ധതി ഫോക്കസ് ചെയ്യുന്നതിനാണ് തുറമുഖങ്ങളെ മോഡർണൈസ് ചെയ്യുന്നതിനും കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് മാരിടൈം ആക്ടിവിറ്റീസിനെ ബൂസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. സ്വാഭാവികം. Nearly 50% of Bharatmala Pariyojana Phase 1 and flagship road network expansion program has been completed as of March 2024 and is expected to be completed in 2027-2028. ആദ്യ ഫേസ് 2022 തീർക്കും എന്ന് കരുതിയതാണെങ്കിലും 2027-2028 ആകുമ്പോഴായിരിക്കും ഫസ്റ്റ് ഫേസ് ഭാരത്മാലയുടേത് കംപ്ലീറ്റ് ആവുക എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. The Ministry of Road Transport and Highways Vision 2047 aims to provide high-speed corridors with 100 to 150 km of all citizens to enhance passenger convenience by developing world-class amenities. ഈ 2047 എന്ന രീതിയിലൊരു വിഷൻ റോഡുമായി ബന്ധപ്പെട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 100-150 കിലോമീറ്ററോളം ലെങ്ത്തിലേക്ക് ഒരു ഹൈ സ്പീഡ് കോറിഡോറുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്നത്. ഇതൊക്കെ നമ്മൾ പറയില്ല, ഇതൊക്കെ സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ്. നമുക്കിന്ന് പോകാൻ പറ്റുന്ന ഒന്ന് ആലോചിച്ച് നോക്കി, 100 മുതൽ 150 കിലോമീറ്റർ സ്ട്രെച്ചിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ദേശീയ പാത അല്ലെങ്കിൽ ഒരു റോഡ് നമുക്കുണ്ടോ? സംശയമാണ് അല്ലേ? കേരളത്തിൽ പറയണ്ട, അങ്ങനൊരു സാധനമില്ല അല്ലേ? വേഗം ശരിക്കും നല്ല റോഡിലാണെങ്കിൽ, വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ള റോഡിലാണെങ്കിൽ അധികം വേഗത എന്നല്ല, അതുകൊണ്ടാണ് അവിടെ വേഗപരിധി വെക്കാത്തത്. അതുവഴി നിങ്ങൾ വേഗത്തിൽ പോയാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. വേഗപരിമിതികൾ വെച്ചിരിക്കുന്നിടങ്ങളിൽ നിങ്ങൾ വേഗത്തിൽ പോയാൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് കാണിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഒക്കെ സ്വപ്നങ്ങളാണ്. നടക്കട്ടെ. It aims to develop about 26,000 km of economic corridors along with the Golden Quadrilateral, North, South, East, West corridor to carry major freight and about 8,000 kilometers of interstate corridors and about 7,500 kilometers of feeder routes have been identified for improving efficiencies of these corridors. ഈ പറയുന്ന ഗോൾഡൻ ക്വാഡ്രിലേറ്റർ ആയിക്കോട്ടെ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കോറിഡോറുകളാകട്ടെ, ഈ കോറിഡോറുകളുമായി ബന്ധപ്പെട്ട് അഡീഷണൽ 8,000 കിലോമീറ്ററിൻ്റെ ഇൻ്റർസ്റ്റേറ്റ് കോറിഡോറുകളും 7,500 കിലോമീറ്ററിൻ്റെ ഫീഡർ റൂട്ടുകൾ, ഇപ്പോൾ മെയിൻ സെൻറ്ററിൽ നിന്ന് സബ് സെൻറ്ററുകളിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫീഡർ റൂട്ടുകൾ മറ്റുമൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബോർഡർ ആൻഡ് ഇൻ്റർനാഷണൽ കണക്ടിവിറ്റി റോഡ്സ് ബെറ്റർ ബോർഡർ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വുഡ് എൻഷുർ ഗ്രേറ്റർ മാനുവറബിലിറ്റി വൈൽ ഓൾസോ ബൂസ്റ്റിംഗ് ട്രേഡ് വിത്ത് നെയ്ബറിംഗ് കൺട്രീസ്. രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നമ്മൾ ഈ പറയുന്ന അതിർത്തിയിലേക്ക് നമുക്ക് പെട്ടെന്നൊരു മിലിറ്ററി മൂവ്മെൻറ്റ്, ഒരു മൊബിലൈസേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. രണ്ട്, എനിക്ക് ഈ നെയ്ബറിംഗ് നേഷൻസുമായിട്ടുള്ള ട്രേഡ് നടത്തുന്നതിനും താരതമ്യേന കണ്ടീഷൻസ് എളുപ്പമാണ്. അതിൽ രണ്ടാമത്തെ കാര്യം നടക്കുന്നതായിരിക്കും എപ്പോഴും എല്ലാവർക്കും നല്ലത്. കോസ്റ്റ് ആൻഡ് പോർട്ട് കണക്ടിവിറ്റി, അതുപോലെ പോർട്ട് ലെഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇറ്റ് ഇസ് ഫർദർ ബൂസ്റ്റഡ് ത്രൂ ദിസ് ആക്ടിവിറ്റീസ്. പിന്നെ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേസ് ഹാവ് ഹയർ ട്രാഫിക് കോൺഫിഗറേഷൻ ആൻഡ് ചോക്ക് പോയിൻറ്റ്സ് വുഡ് ബെനിഫിറ്റ് ഫ്രം ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഇത് കുറച്ചുകൂടിയൊക്കെ ഈ എന്താ പറയുക, സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ ഫീൽഡ് എക്സ്പ്രസ് വേസിൻ്റെ കാര്യം പറയുന്നു. The Bharatmala project is being funded from various sources including Central Roads and Infrastructure Fund, cess, remittances, additional budgetary support, monetization of national highways, internal and external budgetary resources, private sector investment and what not. ശരിക്കും ഭാരത്മാല പരിയോജന പോലെ ഒരു റോഡ് വികസന ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ ഫണ്ടിങ് വരുന്ന ഡൈവേഴ്സിഫൈഡ് ഫണ്ട് സോഴ്സസ് ആണ് നിങ്ങൾ കണ്ടത്. ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ഇപ്പം നമ്മുടെ സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വരുന്നുണ്ട്, ഫണ്ടിൻ്റെ സെസ് വരുന്നുണ്ട്, റെമിറ്റൻസസ് ഉണ്ട്, അഡീഷണൽ ബജറ്ററി സപ്പോർട്ട് ഉണ്ട്,
നാഷണൽ ഹൈവേസിൻ്റെ മോണിറ്റൈസേഷൻ പദ്ധതി മുഖാന്തരമുണ്ട്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബജറ്റ് അലോക്കേഷൻസ് ഉണ്ട്. പ്രൈവറ്റ് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. എവറിത്തിങ് ഈസ് ദയർ. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ റെഡ് റോഡ്, ചുവന്ന പാത, ഇന്ത്യയിലെ ആദ്യ ചുവന്ന പാത എന്ന് പറയുന്നൊരു സംവിധാനം വന്നിട്ടുണ്ട്. മധ്യപ്രദേശിലാണ്, ഓർത്തിരുന്നാൽ മതി. ഒരു ചെറിയൊരു സ്ട്രെച്ചാണ്. ഈ ആനിമൽ ക്രോസിങ്ങും മറ്റുമൊക്കെ ഉള്ള റീജിയനുകളിൽ ഒരു റെഡ് ഹൈവേസ് എന്ന രീതിയിൽ ഹൈവേ പണിത് വെച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ആൾക്കാർ അതുവഴി പോകുന്ന സമയത്ത് വലിയ റെഡ് ഡോട്ടുകളൊക്കെയാണ്, റെഡ് ഡോട്ടല്ല, റെഡ് കണക്കിലുള്ള എന്താ പറയുക, സ്ക്വയർ ഷേപ്പിലുള്ള, റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പെയിൻറ്റിങ്സ് റോഡിലിങ്ങനെ എന്താ പറയുക, റോഡ് മുഴുവനായിട്ട് നിങ്ങൾ ഈ റെഡ് മാർക്കിങ്സ് കാണാൻ പറ്റും. അതിലൂടെ കയറി അതൊരു ഏകദേശം ഒരു 3-4 മില്ലിമീറ്റർ റോഡിൽ നിന്ന് ഉയർന്നുമായിരിക്കും നിൽക്കുക. സോ സ്വാഭാവികമായിട്ട് വാഹനങ്ങൾ അതുവഴി പോകുമ്പോൾ സ്പീഡ് കുറയ്ക്കുന്നതിനൊക്കെ കാരണമാവുകയും അതുകൊണ്ട് തന്നെ ആനിമൽ ആക്സിഡൻസ് താരതമ്യേന നമുക്ക് വെഹിക്കിളും ആനിമലും തമ്മിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള ആക്സിഡൻസ് താരതമ്യേന കുറയ്ക്കാനും സാധിക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു പദ്ധതി വന്നേക്കണം. അതും കൂടെ ഓർത്തിരുന്നേക്കണം. റെഡ് ഹൈവേ എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ റെഡ് ഹൈവേസ് മധ്യപ്രദേശിലാണ്. ഗോൾഡൻ ക്വാഡ്രിലേറ്ററൽ, it is a network of 4 to 6 lane highway connection connecting India's 4 top metropolitan cities Delhi, Mumbai, Chennai and Kolkata, thereby forming a quadrilateral. This project was launched in 2001 as part of the National Highway Development Project and it is the largest highway project in India. അല്ലേ, ഗോൾഡൻ ക്വാഡ്രിലേറ്റർ ഇതാണ് സാധനം. ഒരു ക്വാഡ്രിലേറ്ററിൽ പോലെ 4 ഏരിയാസിനെ കണക്ട് ചെയ്ത് നിൽക്കുന്നത് മെട്രോപൊളിറ്റൻ സിറ്റീസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഡൽഹി കൊൽക്കത്ത റൂട്ട് 1453 കിലോമീറ്റർ, ചെന്നൈ മുംബൈ റൂട്ട് 1290 കിലോമീറ്റർ, കൊൽക്കത്ത ചെന്നൈ 1684 കിലോമീറ്റർ, മുംബൈ ഡൽഹി 1400. അപ്പോൾ ഏറ്റവും കൂടുതൽ ലെങ്ത് ഇതിനകത്ത് ഈ ഒരു റൂട്ടിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കൊൽക്കത്ത ടു ചെന്നൈ റൂട്ടാണ്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ദിസ് ഇസ് ദി ലാർജസ്റ്റ് റൂട്ട് എമംഗ് ദി ഗോൾഡൻ ക്വാഡ്. അതൊക്കെ ചോദിക്കാവുന്ന കേട്ടോ. ഗോൾഡൻ ക്വാഡ്രിലേറ്ററിൽ ഏറ്റവും ലെങ്ത് ഉള്ള റൂട്ട് ഏത് തമ്മിൽ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്ത ചെന്നൈ റൂട്ടാണ്. 2ാം സ്ഥാനത്തുള്ളത് ഡൽഹി കൊൽക്കത്തയാണ്. ഇതാണ് സെക്കൻഡ്. 2, 3 ഇതായിരിക്കുമല്ലോ, 4 ഇതായിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ റാങ്കിങ് വരും. 1, 2, 3, 4 ഇങ്ങനെ കറക്റ്റ് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിൽ നിങ്ങൾ അങ്ങ് ഓർത്തിരുന്നാൽ മതി. അത് എളുപ്പമുണ്ട് അല്ലേ. ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഓർത്തിരുന്നാൽ മതി. 1, 2, 3, 4 അതാണ് അതിൻ്റെ ഒരു ഓർഡർ. നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ. National Infrastructure Pipeline is an initiative that will provide world-class infrastructure across India to improve the overall quality of life for all citizens and attract domestic and foreign investments. ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ വർക്കിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെ കൊണ്ടുവന്നൊരു പൈപ്പ് ലൈൻ നെറ്റ്വർക്കാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. ഒരു ഇനീഷ്യേറ്റീവ് പലയിടങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ്, ടെക്നോളജി, ഫണ്ട് എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. ടാസ്ക് ഫോഴ്സ് വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു ഡ്രോ അപ്പ് the National Infrastructure Pipeline for each of the years for the financial years 2019 to 2025. 2019 മുതൽ 25 വരെയുള്ള വർഷങ്ങൾക്കുള്ള ഓരോ വർഷത്തെയും പൈപ്പ് ലൈൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ടാസ്ക് ഫോഴ്സിനെ നിർണ്ണയിച്ചിട്ടുണ്ടായിരുന്നു. ഡ്യൂറിംഗ് ഫിസിക്കൽസ് 2020 to 2025, സെക്ടേഴ്സ് സച്ച് ആസ് എനർജി 24%, റോഡ് 19%, അർബൻ 16%, റെയിൽവേ 13%, amount to around 70% of the projected capital expenditure in infrastructure in India. ഇത്രയും നടന്നു എന്നുള്ളതാണ് പറയുന്നത്. എത്ര പെർസെൻറ്റേജ് വീതം എന്നുള്ളതാണ് എഴുതുന്നത്. എനർജിക്ക് 24%, റോഡിന് 19%, അർബൻ സെൻറ്റേഴ്സിന് 16%, റെയിൽവേക്ക് 13% എന്ന രീതിയിൽ അറൗണ്ട് 70% പ്രൊജക്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. It includes greenfield and brownfield projects costing about 100 crore each. The widening and development of existing roads is categorized as brownfield. The brownfield നിലവിലുള്ള റോഡുകളെ വികസിപ്പിച്ച് വൈഡൻ ആക്കുന്ന പദ്ധതി എന്ന് വിളിക്കുന്ന പേരാണ് ബ്രൗൺ ഫീൽഡ് റോഡുകൾ എന്ന രീതിയിൽ വിളിക്കുക. വേറെ കൺസ്ട്രക്ഷൻ ഓഫ് പ്രൊജക്ട്സ് ഓൺ എ ന്യൂ അലൈൻമെൻറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ഗ്രീൻ ഫീൽഡ്. പുതിയൊരു എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു അലൈൻമെൻറ്റിൽ റോഡ് പണിത് തുടങ്ങുന്ന പരിപാടി നമ്മൾ ഗ്രീൻ ഫീൽഡ് എന്ന് പറയാം, വിച്ച് വിൽ ബി കണക്റ്റഡ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി ആസ് വെൽ. It has outlined plans to invest more than 102 lakh crore on infrastructure projects by 2024-2025, with the central state and the private sector to share the capital expenditure in 39:39:22 formula. അപ്പോൾ ഈ ഒരു പദ്ധതിയൊക്കെ പ്രകാരം ഒരു 102 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ കൊണ്ടുവരണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. സെൻട്രലും സ്റ്റേറ്റും പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതിൽ സെൻട്രലിൻ്റെയും സ്റ്റേറ്റിൻ്റെയും ഷെയർ 39% വീതവും 22% പ്രൈവറ്റ് പാർട്ടിസിപ്പൻസിനുള്ള ഒരു ഷെയർ വന്ന രീതിയിൽ പ്ലാൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് മറ്റ് പ്രൊജക്റ്റുകളുടെ ഉള്ളിലേക്കായി പോയിട്ടുണ്ടെന്നുള്ളതാണ്. NIP ഇൻക്ലൂഡ്സ് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണമേ വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് തരാം. NIP നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഇൻക്ലൂഡ്സ് എക്കണോമിക് ആസ് വെൽ ആസ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് അറിഞ്ഞിരിക്കണ്ടേ, അതുകൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇതാണ് നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട വസ്തുത.
Green National Highway Corridor Project. Green National Highway Corridor Project. The Government of India and the World Bank have signed an agreement for the construction of Green National Highway Corridors in Himachal Pradesh, Rajasthan, Uttar Pradesh and Andhra Pradesh with the loan assistance of $500 million. അപ്പോൾ വേൾഡ് ബാങ്കും ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഗ്രീൻ ഹൈവേ കൊറിഡോർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്. അപ്പോൾ എല്ലാം പ്രദേശികളാണ്. പ്രദേശ് ഇല്ലാത്തവരണേ ഉള്ളൂ രാജസ്ഥാൻ. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, പിന്നുള്ളത് രാജസ്ഥാൻ. എത്ര മില്യനാണ്? $500 million പദ്ധതി. എവിടെ നിന്നാണ് കിട്ടുന്നത്? വേൾഡ് ബാങ്കിൽ നിന്ന്. 2016 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദ പ്രൊജക്ട് എയിംസ് ടു ഷോ ഹൗ ഹൈവേസ് ക്യാൻ ബി സേഫ് ആൻഡ് ഇക്കോ ഫ്രണ്ട്ലി by using green technologies and focusing on climate resilient practices, which includes conservation of natural resources using cement treated subbase, reclaimed asphalt pavement. അതായത് നമ്മുടെ അവിടെ ഉള്ള നാച്ചുറൽ റിസോഴ്സസിനെ പരമാവധി കൺസർവ് ചെയ്യുക. അതുപോലെ പ്രൊമോട്ട് ദി യൂസ് ഓഫ് മാർജിനൽ ലോക്കൽ മെറ്റീരിയൽസ് ലൈക്ക് ലൈം, ഫ്ലൈ ആഷ് പോലുള്ള മെറ്റീരിയൽസ്. വേസ്റ്റുകൾ, നമുക്ക് വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പറ്റി കഴിഞ്ഞാൽ കുറേ വേസ്റ്റിൻ്റെ ഡംപിങ് നമുക്ക് അതിനകത്ത് നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് പരമാവധി ഉപയോഗിക്കുക. ബയോ എഞ്ചിനീയറിംഗ് നടത്തിയിരിക്കുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. അതുപോലെ ഹൈഡ്രോ സീഡിങ്, ഷോർട്ട്ക്രീറ്റ് ക്രിബ് വാളുകൾ, വെജിറ്റേഷൻസ് ഉള്ള സൈഡ് വാളുകളൊക്കെ ഇല്ലേ നമ്മൾ ചെയ്യുന്ന ഹൈവേയുടെയൊക്കെ സൈഡ് വാളുകളൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിടിച്ചിൽ പോലുള്ള പരിപാടി ഉണ്ടാവും. റാദർ ദാൻ വലിയ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിന് പൂർണ്ണമായിട്ട് അടച്ചു നിർത്തുന്നതിന് പകരം ചെറിയ ചെറിയ വെജിറ്റേഷൻസോട് കൂടിയ ഹൈഡ്രോ സീഡിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ ഷോർട്ട് ക്രീറ്റ്സും ഒക്കെ ചെയ്ത് നിർത്തിയിരിക്കുന്ന വെജിറ്റേഷൻസോട് കൂടിയ സൈഡ് വാളുകൾ, ബാംബു പ്ലാന്റേഷൻസ്, അതുപോലെ ബുഷ്, നമ്മുടെ ഹെഡ്ജ് ബ്രഷ് ലെയേഴ്സ്, ചെറിയ ചെറിയ ബുഷി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക നിർമ്മിക്കുന്നതിനോടൊപ്പം ഒന്ന് ഗ്രീനറി കിട്ടുകയും ചെയ്യും, രണ്ട് നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു ഏരിയാസിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. 2026 ഈ ഒരു വർഷത്തോടു കൂടിയാണ് ഈ നാഷണൽ ഗ്രീൻ നാഷണൽ ഹൈവേ എന്താ പറയുക കോറിഡോർ പ്രോജക്റ്റിൻ്റെ അവസാനം ഉണ്ടാകും എന്ന് പ്ലാൻ ചെയ്തത്. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു എക്സ്റ്റെൻഡ്. ഒന്ന് ഗ്രീൻ ഹൈവേ കൊറിഡോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ആണ് പ്രധാനപ്പെട്ട 3 കമ്പോണൻറ്റുകളിൽ ഒന്ന്. 2 ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി എൻഹാൻസ്മെൻറ്റ്, 3 റോഡ് സേഫ്റ്റി. അപ്പോൾ റോഡ് സേഫ്റ്റി എന്നതും ഈ ഒരു ഗ്രീൻ നാഷണൽ ഹൈവേ കൊറിഡോർ പ്രോജക്റ്റിൻ്റെ ഭാഗമാണെന്നുള്ളത് ഓർത്തിരുന്നേക്ക് കേട്ടോ. 3 കമ്പോണൻ്റ് ഉള്ളതൊന്ന് ഗ്രീൻ ഹൈവേ കൊറിഡോർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ്, 2 ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ബിൽഡിംഗ് അല്ലെങ്കിൽ കപ്പാസിറ്റി എൻഹാൻസ്മെൻറ്റ്, നമ്മുടെ ആ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക, 3 റോഡ് സേഫ്റ്റിയാണ്. ഓക്കെ, റോഡ് സുരക്ഷ അതും ഇതിൻ്റെ ഭാഗമാണ്. അടുത്ത പദ്ധതിയാണ് ചാർധാം മഹാമാർഗ് വികാസ് പരിയോജന. ചാർധാം മഹാമാർഗ് വികാസ്. ചാർധാം പരിയോജന എയിംസ് ടു ഇംപ്രൂവ് ദി കണക്ടിവിറ്റി ടു ദി ചാർധാം പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. നമ്മുടെ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പറയുന്ന പ്രദേശങ്ങളാണ് ചാർധാം എന്ന് പറയുക. ചാർ എന്ന് പറഞ്ഞാൽ 4, ധം എന്ന് പറഞ്ഞാൽ പിൽഗ്രിമേജ് സെൻ്ററാണ് അല്ലേ. അപ്പോൾ ചാർധാം എന്ന് പറയുന്നത് ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പ്രദേശങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ഹിമാലയൻ റൂട്ടാണ്. ഓക്കെ, ഫാസ്റ്ററായിട്ടുള്ളൊരു സേഫറായിട്ടുള്ളൊരു യാത്ര നമുക്ക് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് നടത്താൻ പറ്റും. കാരണം മിക്കവാറും ഒക്കെ എപ്പോഴും കേൾക്കുന്നതാണ് അപകടങ്ങളാണ് മഴ സമയത്തൊക്കെ ഈ ഒരു പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട്. It will widen almost 90 kilometers of highway connecting the pilgrimage sites and the Tanakpur Pithoragarh stretch of the National Highway 125, a part of the Kailash Manasarovar route. Kailash Manasarovar route-ന്റെ ഭാഗമായി വരുന്ന NH125-ന്റെ ഭാഗമായിട്ടുള്ള തനാക്പൂർ പിത്രോഗർ സ്ട്രെച്ചിനെ ഏകദേശം 900 കിലോമീറ്ററോളം ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു ചാർധാം മഹാമാർഗ് വികാസ് പരിയോജന എന്ന രീതിയിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആൻഡ് ദ നാഷണൽ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ഈ 3 പേരും ചേർന്നാണ് ഈ ഒരു വികസന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 1 ഉത്തരാഖണ്ഡിൻ്റെ PWD, 2 ബോർഡർ റോഡ് ഓർഗനൈസേഷൻ, 3 നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഇല്ല ഇതിനകത്ത്, അതാണ് ഹൈലൈറ്റ്. ഇതിനകത്ത് നിങ്ങൾ കാണുമ്പോൾ ഇതിന് പകരം തരുന്ന NHAI എന്നായിരിക്കും, പക്ഷേ NHAI അല്ല അല്ലേ. നാഷണൽ ഹൈവേ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. It is a fully owned company of the Ministry of Road Transport and Highways. ഓക്കെ, NHAI അല്ല ഈ ഒരു കമ്പനി. പക്ഷേ ആരാണ് ഈ കമ്പനി? പൂർണ്ണമായിട്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കീഴിൽ തന്നെ വരുന്നൊരു കമ്പനി തന്നെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. Recently, the Supreme Court has spoken of the need of a balanced national security concern with environmental issues in the context of Army's request to expand the Chardham roads leading to the Indo-China border. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസും നാഷണൽ സെക്യൂരിറ്റി കൺസേൺസും ബാലൻസ് ചെയ്യണമെന്ന് സുപ്രീം കോടതി ഒരു വിധി വന്നു. അതെന്തുകൊണ്ട് വിധി വന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ചാർധാം പ്രോജക്റ്റിനെ ഇൻഡോ ചൈന ബോർഡർ വരെ എക്സ്പാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആവശ്യകത ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു വിധിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാർധാം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു
ഒരു നോട്ട് കൂടി നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സിലെ ഇൻക്ലൂഡ് ചെയ്തത് അതുകൊണ്ടാണ്. റീസെൻ്റ്ലി ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, സെറ്റ്. The request came in context of the construction being carried out by China across the border. ബോർഡറിൽ ചൈനയും പണി കഴിപ്പിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു റിക്വസ്റ്റ് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തുനിന്ന് വന്നാൽ നമ്മൾ അങ്ങോട്ട് റോഡ് പണി കഴിപ്പിച്ച് പോകുക എന്നുള്ളത്. However, expansion of roads has been opposed by the NGO citing environmental concerns. അതാണ് ചില NGOകൾ വന്നിട്ട് പറയുന്നുണ്ട് എൻവയോൺമെൻറ്റൽ കൺസേൺസ് എന്നതുകൊണ്ട് അതൊരു റോഡ് പണിയുന്നത് ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതാണ് സുപ്രീം കോടതിയിൽ വിധി വന്നത്. നമ്മുടെ എൻവയോൺമെൻറ്റൽ കൺസേൺസും ഇതുമെല്ലാം കൂടി ഒന്ന് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. നമ്മുടെ ഡിഫൻസ് സെക്യൂരിറ്റി ആവശ്യങ്ങളും നോക്കേണ്ടതുണ്ട്, എന്നാൽ അവിടുത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നോക്കേണ്ടത്. രണ്ടും ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റണമെന്നാണ് പറഞ്ഞത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കണം എന്ന് പറയുന്നു. ഓക്കെ, യെസ്, ഇതൊക്കെയാണ് നമ്മുടെ ദേശീയപാതകളുടെ ഒരു കണക്ക് സൂചിപ്പിച്ചത്. കണ്ടോ, NH44 ഈ പോകുന്ന കാണാം, കന്യാകുമാരി മുതൽ ശ്രീനഗർ വരെ. അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണ്ടോ, പോർബന്ദർ മുതൽ സിൽച്ചാർ വരെ. യെസ്, PM ഗതിശക്തി പ്ലാൻ, പ്രധാനമന്ത്രി ഗതിശക്തി പ്ലാൻ, PM ഗതിശക്തി. എന്താ PM ഗതിശക്തി? ദ PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ലോഞ്ച്ഡ് ഇൻ October 2021. ഇതല്ലേ ലേറ്റസ്റ്റ് ആണ്, അപ്പം നോക്കിയിരുന്നുള്ളൂ. ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് 100 lakh crore initiative aimed at revolutionizing India's infrastructure over the next 5 years. 2021 തുടങ്ങി അടുത്ത 5 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവൻ റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി 100 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് PM ഗതിശക്തി പ്രോജക്റ്റ്. നമ്മൾ പറഞ്ഞ ഭാരത്മാലയൊക്കെ ഇതിനകത്ത് കൊണ്ടുവന്നു. PM ഗതിശക്തിക്കകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഭാരത്മാല, സാഗർമാല പദ്ധതി എല്ലാം ഇപ്പോൾ PM ഗതിശക്തിക്ക് ഉള്ളിലാണ്. ഇറ്റ് ഹാസ് ബിൻ ഡെവലപ്ഡ് ആസ് എ ഡിജിറ്റൽ മാസ്റ്റർ പ്ലാനിംഗ് ടൂൾ ബൈ ബിസാഗ് എൻ. എന്താണ് ബിസാഗ് എൻ? ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ PM ഗതിശക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബിസാഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി, വിച്ച് ഇസ് സ്പേസ് ആപ്ലിക്കേഷൻ ജിയോ ഇൻഫോർമാറ്റിക്സിൽ പേര് കേട്ടൊരു കമ്പനിയാണ്. ഭാസ്കരാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആപ്ലിക്കേഷൻസ് ആൻഡ് ജിയോ ഇൻഫോർമാറ്റിക്സ്. ഇങ്ങനെ ഒരു കമ്പനി പറ്റി പോലും ആൾക്കാർ കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. അവരൊരു ഡിജിറ്റൽ മാസ്റ്റർ പ്ലാനിംഗ് ടൂൾ പോലും PM ഗതിശക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് PM ഗതിശക്തി. ഇറ്റ് ഹാസ് ബിൻ പ്രിപ്പയർഡ് in a dynamic geographic information system platform where data on specific action plans of all ministries departments have been incorporated within a comprehensive manner. അല്ലേ, ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡേറ്റാ ബേസിനെയൊക്കെ വെച്ചിട്ട് പല വകുപ്പുകളിൽ നിന്നുള്ള ഡേറ്റാസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്ലാനിംഗ് ടൂള് ആക്ച്വലി ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ദ പ്ലാൻ സീക്സ് ടു ആക്സിലറേറ്റ് പ്രൊജക്ട് കംപ്ലീഷൻ, റെഡ്യൂസ് ടൈം ലൈൻസ് ആൻഡ് എൻഹാൻസ് ഇന്ത്യസ് ഗ്ലോബൽ കോമ്പറ്റേറ്റീവ്നെസ് ബൈ ബ്രേക്കിംഗ് ഡൗൺ ഇന്റർ മിനിസ്റ്റീരിയൽ ഒബ്സ്റ്റക്കിൾസ്. ഈ പല വകുപ്പുകളും നമ്മൾ തന്നെ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, റോഡ് നിർമ്മിച്ച് കഴിയുമ്പോൾ വാട്ടർ അതോറിറ്റി വരും അത് കുത്തിപ്പൊളിച്ച് പൈപ്പ് ഇടാനായിട്ട് നമ്മൾ തന്നെ പൊതുവേ ആക്ഷേപിച്ച് പറയും നമ്മളെ സർക്കാർ സംവിധാനങ്ങളെ. ശരിക്കും ആക്ഷേപിച്ച് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഇത് വളരെ മികച്ച രീതിയിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് നേരത്തെ റോഡ് പണിയുന്നതിന് മുമ്പ് അവിടെ പൈപ്പ് ഇടാൻ എന്താ കുഴപ്പം? അല്ലാതെ നമ്മളൊരു സാധാരണ ജനത്തിൻ്റെ ഒരു രീതിയിൽ ആലോചിക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസും ഹേർഡിൽസും ഒക്കെ നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. എങ്കിൽ കൂടിയും അതുപോലും വേണമെങ്കിൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്തെ ആരുടെയെങ്കിലും ഒക്കെ ഇതിങ്ങനെ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നതാണ്. അവർ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് പൊളിക്കാം എന്നങ്ങ് വിചാരിക്കുന്നതല്ലേ. എന്തുകൊണ്ട് ആദ്യമേ ചെയ്തുകൂടാ? അല്ലേ, ആദ്യം പൈപ്പ് ഇടുക, എന്നിട്ട് എന്ത് ചെയ്യുക, റോഡ് ടാർ ചെയ്യുക. അപ്പം പിന്നെ ടാറിട്ട റോഡിനെ പിന്നെ പൊളിക്കണ്ടല്ലോ പൈപ്പ് ഇടാൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഇതേ സംഭവം ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ മാത്രം കാര്യമില്ല, കേരളത്തിൽ നമ്മളിത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പല മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും കോർഡിനേഷൻ PM ഗതിശക്തിയുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും. അതായത് തമ്മിൽ ഇൻ്റർ മിനിസ്റ്റീരിയൽ ഓബ്സ്റ്റക്കിൾസ് തരണം ചെയ്യുന്നതിന് കുറച്ചുകൂടി എളുപ്പവും കോമ്പറ്റേറ്റീവ്നെസ്സും ഉണ്ടാവും. The vision of PM ഗതിശക്തി is to create a world class infrastructure that improves the ease of living, boost economic growth and makes Indian business more competitive. Absolutely, yes. ഇപ്പോൾ പുറത്തുനിന്നുള്ള വിദേശ ബിസിനസ്സുകളെയൊക്കെ നമ്മൾ ആകർഷിക്കുമ്പോൾ പോലും നമുക്ക് വ്യാപകമായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു ലോജിസ്റ്റിക് സംവിധാനമൊക്കെ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് ഇന്ത്യയിലുണ്ട് എന്നൊക്കെ ഉള്ളത് ഇല്ല എന്ന് തോന്നുകയാണെന്നുള്ള രാജ്യങ്ങൾ ആരും ഇങ്ങോട്ടേക്ക് വരുത്തൊന്നുമില്ലല്ലോ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ കൊണ്ടുവരുന്നത്. Digital integration, it is a digital platform designed to integrate the efforts of 16 ministries ensuring seamless infrastructure planning. 16 മന്ത്രാലയങ്ങളാണ് ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതെന്ന് കൂടി ഓർത്തിരുന്നേക്കാം. ഡിജിറ്റൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മൾട്ടി സെക്ടറൽ കൊളാബറേഷൻ ഉണ്ട്. The platform incorporate infrastructure initiatives from several major programs including ഭാരത്മാല, സാഗർമാല, ഉഡാൻ പദ്ധതി, ഡ്രൈ പോർട്ട്, ഇൻലാൻഡ് വാട്ടർവേസ്. നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചതാണ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്.
അതുപോലെ ഫോക്കസ് ഓൺ ഡെവലപ്പിംഗ് കീ ഏരിയാസ്, എക്കണോമിക് ഏരിയാസ് സച്ച് എസ് ടെക്സ്റ്റൈൽ ക്ലസ്റ്റർ, ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബ്, ഡിഫൻസ് കോറിഡോർ, അഗ്രികൾച്ചറൽ സോൺ, ഇങ്ങനെയുള്ള ചില എക്കണോമിക് സോണുകൾ പോലും ക്രിയേറ്റ് ചെയ്തത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അതുപോലെ അഡ്വാൻസ്ഡ് സ്പേഷ്യൽ പ്ലാനിംഗ് ടൂൾസ് ആൻഡ് ISRO സാറ്റലൈറ്റ് ഇമേജറി ഡെവലപ്ഡ് ബൈ ബിസാഗ് ആൻഡ് പ്രൊവൈഡ് ഡേറ്റ ഡ്രിവൺ ഇൻസൈറ്റ് ഫോർ പ്രൊജക്ട് പ്ലാനിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. കൃത്യമായിട്ട് കുറച്ചുകൂടിയൊക്കെ റിയൽ ടൈം ഇൻഫർമേഷൻസ് സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇമേജറി ഉൾപ്പെടെ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു. The National Master Plan revolves around 7 primary sectors that drive economic growth and connectivity. These key engines are further supported by complementary sectors like energy, transmission, IT, communication, bulk water, sewage, social infrastructure, etc. ഒന്നും വേണ്ട. The announcement in the interim budget of 2024-2025 regarding the implementation of 3 economic railway corridor identified under the PM Gati Shakti for enabling multimodal connectivity. അതായത് മൾട്ടിമോഡൽ കണക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വലിയൊരു കപ്പൽ വന്നിറങ്ങി, അതിനകത്ത് നിന്ന് ഒരുപാട് ചരക്കിറങ്ങി. അപ്പോൾ ഈ കപ്പലിൽ നിന്ന് ഇൻ്റർനാഷണലി ഈ ഒരു സാധനം വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയോണ്ട് മാത്രമായില്ലല്ലോ, വിഴിഞ്ഞത്തു നിന്ന് ഇത് ബാക്കി നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം വേണം നമുക്ക്. അതിപ്പോൾ റോഡ് മുഖാന്തരം ചെറിയ ദൂരങ്ങളിലേക്കാണ് റോഡ് മുഖാന്തരമുള്ളൊരു കണക്ടിവിറ്റി പോർട്ടിൽ നിന്ന് വേണം. ദീർഘദൂര യാത്രകൾക്കാണെങ്കിൽ ഒരു റെയിൽവേ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ചരക്ക് നേരെ റെയിലിലേക്ക് കയറ്റി അവിടെ നിന്ന് വിടാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടാവണം. ഇതിനെ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ കൊറിഡോർ എന്ന രീതിയിലൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനർജി, മിനറൽ ആൻഡ് സിമെൻറ്റ് കൊറിഡോർസ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. പോർട്ട് കണക്ടിവിറ്റി കൊറിഡോർ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ ഹൈവേ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോറുകൾ എന്ന രീതിയിലുള്ള 3 തരത്തിലുള്ള ട്രാഫിക് കോറിഡോർ അല്ലെങ്കിൽ കണക്ടിവിറ്റി കോറിഡോറുകളും ഈ PM ഗതി ശക്തിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇൻ്ററിം ബജറ്റിൽ ഇതേപ്പറ്റിയുള്ള പരാമർശം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, യെസ്, റെയിലുമായി ബന്ധപ്പെട്ട് പർട്ടിക്കുലർലി ഇറ്റ് വിൽ റെഡ്യൂസ് ദ ലോജിസ്റ്റിക്കൽ കാർബൺ ഫുട് പ്രിൻറ്റ്, ഫ്രീ അപ്പ് ട്രാഫിക് ഓൺ ഹൈ ഡിമാൻഡ് rail lines and facilitate the switch from road to rail and coastal shipping. കുറച്ചുകൂടി കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ പറ്റും. റോഡ് ട്രാൻസ്പോർട്ടിലുള്ള തിരക്ക് കുറച്ച് റെയിലിലേക്ക് കണക്റ്റിംഗ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ എനർജി ആൻഡ് മിനറൽ സിമെൻറ്റ് കോറിഡോർസ് റെയിലുമായിട്ട് ബന്ധപ്പെട്ട, പോർട്ട് കണക്ടിവിറ്റി റെയിലുമായിട്ട് ബന്ധപ്പെട്ട, ഹൈ ട്രാഫിക് ഡെൻസിറ്റി കോറിഡോറുകളിൽ റെയിൽവേ ഓൾട്ടർനേറ്റ് പാതകൾ പണിതിട്ട് നിലവിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇപ്പോൾ എനർജി ആൻഡ് മിനറൽ സിമെൻറ്റ് കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ആണല്ലോ, ആ സെക്ടേഴ്സിനെ കണക്ട് ചെയ്യുന്ന റെയിൽ ഗതാഗത മാധ്യമങ്ങൾ വേണം. പോർട്ട് കണക്ട് ചെയ്യുന്ന റെയിൽ ഗതാഗത മാധ്യമങ്ങൾ വേണം. അതുപോലെ ഹൈ ട്രാഫിക്കുള്ള ഏരിയാസിലും ബദൽ ട്രെയിൻ ഗതാഗത സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായി മാറും. ആവശ്യമില്ലാത്ത ഈ തിരക്കുകളിൽ കിടന്നുണ്ടാവുന്ന കാർബൺ ബഹിർഗമനം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം കൊണ്ടുവരാൻ പറ്റും. കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള മൂവ്മെൻറ്റും പോസിബിൾ ആവും. ഓക്കെ, എടുത്ത് Together, these engines are designed to work in synergy, ensuring seamless logistics and connectivity across the nation. ഇതൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്ത് നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ കൃത്യമായിട്ട് ഒരുമിച്ച് ഒരേപോലെയൊക്കെ ഒരേ സ്വരത്തിൽ ഒരേ ലക്ഷ്യത്തോടു കൂടിയൊക്കെ എല്ലാവരും ജോലി ചെയ്യുവാണെങ്കിൽ, വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഇതൊക്കെ സീംലെസ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു വെൽ ഓയിൽഡ് മെഷീൻ പോലെ ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം കൂടി പ്രവർത്തിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തണം. ആരുടെ ഇൻ്റർഫറൻസ് ഇല്ലെങ്കിലും ഇത് കൃത്യമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് മാറുമ്പോഴാണ് ഒരു സസ്റ്റെയിൻഡ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നമ്മൾ എത്തിയെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നൊരു കാലഘട്ടമാണ്. സോ ആഫ്റ്റർ ഒരു 20 ഇയേഴ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 വർഷം 20 വർഷത്തിനൊക്കെ ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് തിങ്സ് വുഡ് ഗെറ്റ് മച്ച് ബെറ്റർ. അപ്പോൾ ഈ PM ഗതിശക്തിയുടെ 6 പ്രധാനപ്പെട്ട പില്ലറുകളിൽ ഒന്ന് കോംപ്രഹെൻസീവ്നെസ് ആണ്. ദ പ്ലാൻ ഇൻറ്റഗ്രേറ്റ് എക്സിസ്റ്റിംഗ് ആൻഡ് പ്ലാൻഡ് ഇനിഷ്യേറ്റീവ്സ് അക്രോസ് ഓൾ മിനിസ്ട്രീസ്. നമ്മൾ ഓൾറെഡി പറയും കോംപ്രഹെൻസീവ് ആയിട്ടുള്ള പ്ലാൻ, എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനാണ്. 2 പ്രയോറിറ്റൈസേഷൻ ഉണ്ട്. ഇതിനകത്ത് കൃത്യമായിട്ട് ഏതൊക്കെ മിനിസ്ട്രീസിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു പദ്ധതിയുണ്ട്. പിന്നുള്ളത് ഓപ്റ്റിമൈസേഷനാണ്. ദ പ്ലാൻ ഐഡൻറ്റിഫൈ കീ ഗ്യാപ്പ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. എവിടെയൊക്കെയാണ് വേണ്ടത് കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടൊരു പ്ലാൻ കണ്ടിന്യൂ ചെയ്യും നമ്മൾ. കാരണം നമുക്കൊരു ഡിജിറ്റൽ പ്ലാനിങ് പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്, ഏത് സ്ഥലമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഏറ്റവും എഫിഷ്യൻറ്റ് റൂട്ട് എവിടെയാണ്, ഏറ്റവും കുറവ് കോസ്റ്റിൽ നമുക്ക് ഈ പറയുന്ന പദ്ധതി ആവിഷ്കരിക്കാൻ പറ്റുന്ന ഏത് വഴി പോകുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡിലേസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ള സിങ്ക്രണൈസേഷനാണ്. പല മിനിസ്ട്രീസും എല്ലാവരും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് പറയും, അതാണ് സിങ്ക്രണൈസേഷൻ പറയാം. അതുപോലെ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ്, 200 ഡേറ്റാ ലെയേഴ്സ് GIS ബേസ്ഡ് ആയിട്ടുള്ള PM ഗതിശക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞതാണ്. പിന്നുള്ളത് ഡൈനാമിക് മോണിറ്ററിങ്, റിയൽ ടൈം ആയിട്ട് നമുക്ക് ഈ ഡേറ്റ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യുന്നതിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ളൊരു റിയാലിറ്റി നമുക്ക് ശരിക്കും പറ്റും. അതും ആർക്കും ആക്സസ് ചെയ്യാം. അപ്പോൾ ഏത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 10-18 മിനിസ്ട്രിയിൽ ഇതിൽ ഭാഗമാണ്. ഏത് മിനിസ്ട്രിക്ക് വേണമെങ്കിലും ഡേറ്റ ആക്സസ് ചെയ്തിട്ട് ഓൾട്ടറേഷൻസിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നോക്കാവുന്നതാണെന്നുള്ളതാണ്. നിങ്ങൾ പർവ്വതമാല സ്കീമിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പർവ്വതമാല സ്കീം എന്താ? പർവ്വതമാല പൊതുവെ ഈ മാല എന്നൊക്കെ പറയുമ്പോൾ റോഡ് സ്കീമിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നെങ്കിലും വാട്ട് ഇസ് പർവ്വതമാല? The Union Budget 2022-2023 announced a new scheme called Parvatamala or National Ropeways Development Program. പർവ്വതമാല വിളിക്കുന്ന മറ്റൊരു പേരാണ് അപ്പോൾ എന്ത്? നാഷണൽ റോപ്പ് വേസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നാഷണൽ റോപ്പ് വേസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്താണ്?
ഇറ്റ് വിൽ ബി ഇനീഷ്യേറ്റഡ് ത്രൂ ദ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ. അപ്പോൾ PPP മോഡലാണ് വനപാത സ്കീം വരുന്നത്. The idea is to improve connectivity and convenience for commuters and besides promoting tourism. But tourism promote ചെയ്യാന്നുള്ളതിന് എന്നതിനുപരി കമ്മ്യൂട്ടിംഗ്, ഒരു A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് B എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള യാത്രാ സൗകര്യം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് കൂടുതൽ പറയുന്നത്. ദിസ് മേ ഓൾസോ കവർ കൺജസ്റ്റഡ് അർബൻ സെൻറ്റേഴ്സ്. വളരെ തിരക്കുള്ള അർബൻ സെൻറ്ററുകളിൽ പോലും നമുക്ക് ഈ സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഇനി എന്താണ് ബെനിഫിറ്റ്സ്? ഇത് റോപ്പ് വേ കൊണ്ടുവരുന്ന പദ്ധതിയാണ്. കണ്ടോ, റോപ്പ് വേ നമ്മൾ പൊതുവേ കണ്ടിരിക്കുന്നത് ടൂറിസ്റ്റ് ഏരിയകളിലല്ലേ. അതുകൊണ്ടാണ് ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം എന്നുള്ളതല്ല, അല്ലാതെ ഒരു പോയിന്റ് A to point B കമ്മിറ്റി. നമ്മൾ ബസ്സിൽ കയറി ഒരിടത്തു നിന്ന് ഓഫീസിൽ പോയിട്ട് തിരികെ വരുന്ന പരിപാടിയൊക്കെ അല്ലേ, ബസ്സിന് വരെ റോപ്പ് വേയിൽ കയറി പോകുന്നു. എങ്ങനെയുണ്ട്? ഇപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ മലയോര മേഖലകളും മറ്റുമൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ വലിയ ബുദ്ധിമുട്ട്, അവിടെ റോഡൊക്കെ പണിത് കൊണ്ടുവരാമെന്നൊക്കെ പറയുമ്പോൾ ഈ ചുരങ്ങൾ പോലെയൊക്കെ റോഡ് പണിത് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്, ആക്സിഡൻറ്റുകൾ ഉണ്ടാവും, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതുപോലെ ഒരു റോപ്പ് വേ നിർമ്മിച്ച് ഇട്ട് കൊടുത്തിട്ട് സാധാരണ ഒരു സീസൺ ടിക്കറ്റ് എടുത്ത് പോലും പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് ഡെയിലി ആൾക്കാർക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ ഇത് മതി. താഴെ മറ്റൊരു കണക്ടിവിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖം ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ആരാ അതിൻ്റെ നോഡൽ മിനിസ്ട്രി? അപ്പോൾ റോപ്പ് വേ ആൻഡ് കേബിൾ വേസ് ക്യാൻ ഹാൻഡിൽ ലാർജ് സ്ലോപ്പ് ആൻഡ് ലാർജ് ഡിഫറൻസസ് ഇൻ എലിവേഷൻ. അതെ, കാരണം എത്ര ചെരിവുണ്ടെങ്കിലും അത് റോഡോ ട്രെയിൻ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെരിവുള്ള സ്ഥലങ്ങളിൽ കയറ്റാൻ പറ്റില്ല. പിന്നെ റോഡാണെങ്കിൽ ഈ പറയുന്ന പോലെ ചുരങ്ങൾ പോലെ വളഞ്ഞു കിടക്കുന്ന സംവിധാനങ്ങൾ വഴിയെ മുകളിലേക്ക് കയറാൻ പറ്റും. അപകട സാധ്യത കൂടുതലാണ്, വേഗത കുറവാണ്. ഇതിനങ്ങനെ ഒരു പ്രശ്നമില്ല. റോപ്പ് വേ പ്രൊജക്ട് അഡോപ്റ്റിംഗ് 3S, എ കൈൻഡ് ഓഫ് കേബിൾ കാർ സിസ്റ്റം ഓർ equivalent technologies can transport 6,000 to 8,000 passengers per hour. ഒരു കേബിൾ കാർ സിസ്റ്റത്തിൻ്റെ ഒരു ടൈപ്പാണ് 3S എന്ന് പറയുന്നത്. ഏകദേശം 6,000 മുതൽ 8,000 പാസഞ്ചേഴ്സിന് ഒരു മണിക്കൂറിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. മിനിസ്ട്രി ഓഫ് റോഡ് ഹൈവേ ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആണ് ഇതിൻ്റെ ഒരു നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. പർവ്വതമാല സ്കീമിൻ്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത്. This scheme is being started in the regions like Uttarakhand, Himachal Pradesh, Manipur, Jammu Kashmir and other states of other northeastern states. കാരണം ഇത് പർവ്വതമാല സ്കീമാണല്ലോ, അപ്പോൾ കൂടുതൽ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് തുടക്കത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് പോലെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ജമ്മു കശ്മീർ, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ആദ്യഘട്ടം ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പരിശോധിക്കുക അല്ലെങ്കിൽ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ എക്കണോമിക്കലായിട്ട് വളരെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ട് മിനിമൽ ഡിസ്റ്റർബൻസസ് കൊടുത്തുകൊണ്ട്, കാരണം റോഡ് പണിയുന്നതിന് വേണ്ടിയോ മറ്റോ വേണ്ട അത്ര ഇൻഫ്രാസ്ട്രക്ചറൽ ആക്ടിവിറ്റീസ് എനിക്കിതിന് വേണ്ട. അവിടെ ഓരോ തൂണ് നിർത്തി കൊടുക്കണം, അത്രയും ഏരിയ. അത് മാത്രമല്ല ലാൻഡ് എക്വിസിഷൻ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കാരണം റോഡ് പണിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു വലിയൊരു ഏരിയ മുഴുവനായിട്ട് അക്വയർ ചെയ്തിട്ടാണ് റോഡ് പണിയുന്നത്. പക്ഷേ ഇവിടെ പർവ്വതമാല സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ഒരു തൂണ് നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പെഡസ്റ്റൽ അടിക്കാൻ എത്ര ഏരിയ വേണം? മാക്സിമം ഒരു 4-5 മീറ്റർ ഏരിയ മതി. ആലോചിച്ച് നോക്കി, അതിൽ റോഡ് വികസനം നടക്കത്തില്ല. അപ്പോൾ ലാൻഡ് എക്വിസിഷൻ വളരെ കുറച്ച് തുക മാത്രം കൊടുത്താൽ നമ്മൾ ടെലിഫോൺ ടവർ വെച്ചേക്കുന്നതൊക്കെ പോലെയുള്ള ഓരോ ടവർ വെച്ചിട്ടായിരിക്കും ഈ സാധനം മുകളിൽ കൂടെ പോവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റുകളുണ്ട്. The scheme will take up on PPP model. നമ്മൾ ഓൾറെഡി കണ്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. The idea is to improve connectivity and convenience for commuters besides promoting tourism. Then this may also cover urban areas and അതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആദ്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഏത് മിനിസ്ട്രിയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. The finance minister announced that contracts for 8 ropeway projects for a length of 60 km would be awarded in 2023. Ministry of Road Transport and Highway will have the responsibility. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ റിസർച്ച് ഇപ്പോൾ എല്ലാം നോക്കേണ്ടത് മിനിസ്ട്രി ഓഫ് ട്രാൻസ്പോർട്ട് തന്നെയാണ്. Given that ropeway projects are built in a straight line over a hilly terrain, it also result in lower land acquisition cost. അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ലാൻഡ് അക്വിസിഷൻ കോസ്റ്റിലും ഒരു ലിമിറ്റേഷൻ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. Hence, despite having a higher cost of construction per kilometer than roadways, ropeway project construction cost may happen to be more economical than roadways. പെർ കിലോമീറ്റർ നോക്കുമ്പോൾ കൂടുതൽ തോന്നുമെങ്കിലും ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മറ്റേതിനേക്കാൾ കുറവാകാനേ സാധ്യതയുള്ളൂ. ലോ ഡസ്റ്റ് എമിഷൻ, ശരിയല്ല, ഇത് റോഡിൽ കൂടെ അല്ലല്ലോ പോണത്, വായു കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഡസ്റ്റ് എമിഷൻ എന്ന പരിപാടിയില്ല. മെറ്റീരിയൽ കണ്ടെയ്നേഴ്സ് ക്യാൻ ബി ഡിസൈൻഡ് ടു സോ ആസ് ദ റൂൾ ഔട്ട് എനി സോയിലിംഗ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അല്ലേ, എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും ഇതുമായി ബന്ധപ്പെട്ട് വരാത്ത രീതിയിൽ ഡിസൈൻ ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ മെറ്റീരിയൽസിനെ എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ്, സിമ്പിൾ. ഇങ്ങനെ അങ്ങ് പോട്ടെ. ഇതുപോലൊരു ടവർ, ഇതാ ഞാൻ പറയും, ഇതുപോലൊരു പോസ്റ്റ് നിർത്തുന്നതിൻ്റെ ചിലവേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കായിട്ട് ഇതുപോലെ ഓരോ പോസ്റ്റുകൾ അങ്ങ് നിർത്തി കൊടുത്താൽ സുഖമായിട്ട് ഈ പറയുന്ന കേബിൾ കാറിന് ട്രാവൽ ചെയ്ത് പോകാൻ പറ്റും. ഇതൊരു കമ്മ്യൂട്ടിംഗ് മാധ്യമമായിട്ടാണ് ഉപയോഗിച്ചാൽ ആലോചിച്ച് നോക്കി. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണോ? അല്ല. ഒരു പോയിന്റ് A to point B ട്രാൻസ്ഫറിന് ശരിക്കും ഒരു 3-4 കിലോമീറ്റർ 5-10 കിലോമീറ്ററൊക്കെ ഇതുവഴി കയറി പോകാൻ പറ്റത്തില്ലേ? സുഖമായിട്ട് പറ്റും. കണക്ടിവിറ്റി ഭയങ്കര എളുപ്പമാവേ. ഈ വളഞ്ഞ് മലയിൽ പോകുന്നതിന് പോലെ ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലൂടെ കടന്നു വരാൻ പറ്റും. അപ്പോൾ ലാൻഡ് അക്വിസിഷൻ വളരെ കുറച്ച് മതിയാവും അല്ലേ. അതിന് വളരെ കുറച്ച് എൻവയോൺമെൻറ്റൽ എന്താ പറയുക ഡിസ്ട്രക്ഷൻ മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താലും മതിയാവും.
അങ്ങനെയുള്ള ഏരിയകളിലാണ് നമ്മളിത് പറ്റി സൂചിപ്പിക്കുന്നത്. ഓക്കെ, സെറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കിയിരിക്കേണ്ട ഏരിയാസിൽ തുടക്ക പാർട്ടായിട്ടുള്ള റോഡ് ഗതാഗത ഏരിയാസുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് നോക്കിയിരിക്കുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് റെയിൽ ഗതാഗതമുണ്ട്, ജലഗതാഗതമുണ്ട്, അങ്ങനത്തെ സംഗതികളുണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അടുത്ത 1-2 ഭാഗങ്ങളിലൂടെയായിട്ട് മനസ്സിലാക്കി വെക്കും. അതോടുകൂടി നമ്മുടെ പരിപാടികളെല്ലാം അവസാനിക്കുന്നതായിരിക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളതല്ല, എല്ലാം കുറേ അനലിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫാക്ച്വലായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു സാധനത്തിനകത്തുള്ളത് കൂടുതലും അനലിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കൂടി ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.